നമ്മൾക്ക് ഈ മോനൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അടുത്ത് കാണിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാതെ നീക്കി പിടിക്കലാന്ന് പറയാം. എൻ്റെ അമ്മാമ്മയും അച്ഛാമ്മയൊക്കെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പം തള്ള ഏകദേശം ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഞങ്ങളുടെ ഒരു കസിൻ ഉണ്ട്. അപ്പം ആ പുള്ളിക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീവ്ലെസ് ഒക്കെ ഡ്രസ്സ് ഇടുമ്പോൾ ഞങ്ങൾ തന്നെ പറയും, ഞാൻ ചേച്ചിയും കൂടെയൊക്കെ പറയും, എന്താണത് ഇടാൻ മുള്ളിടാൻ മറന്നുപോയതാണോ എന്നൊക്കെ ചോദിക്കും. അവളത് ജാക്കറ്റ് ഇടാൻ മറന്നുപോയതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു, നമ്മളും തള്ളമാരായി തുടങ്ങിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കണത്. ഇപ്പം എന്നെ പോലെ തന്നെയാണ് നന്നായിട്ട് സംസാരിക്കുന്നവരാണ് എല്ലാവരും. ഒരുപാട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ ഓർത്ത് വെക്കും. അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കും. ചിലതൊക്കെ വല്ല കോമഡിയൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ അതൊക്കെ ചെറുതായിട്ട് കയറ്റും. അപ്പം എന്നോട് പറയും, അന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യമില്ലേടി നീ ആ വീഡിയോയിൽ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ അമ്മമാരൊക്കെ ആയിട്ട് വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ആണുങ്ങളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്കും ചെയ്യാം, തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് എൻ്റെ വീട്ടിലെ സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കാണിക്കാം. പക്ഷെ അങ്ങനെയൊക്കെ കാണിക്കാനും നമ്മളുടെ ഒരു പ്രൈവസി ഉണ്ടല്ലോ, അതങ്ങനെ ഷെയർ ചെയ്യാനും വലിയ താല്പര്യമില്ല. ഇപ്പം നിറമൊക്കെ കുറവാന്ന് പറഞ്ഞാൽ ഇപ്പോഴൊക്കെ ഭയങ്കര ബോഡി ഷെയ്മിങ് അതൊക്കെ പറയില്ല. പക്ഷേ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എല്ലാവരും ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, ഇങ്ങനെ നിറം കുറവാണെന്നൊക്കെ പറഞ്ഞ്. എപ്പോഴും ഈ അച്ഛൻ്റെ അനിയന്മാരൊക്കെയാണ്. ഈ അച്ഛൻ്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി നിറത്തിനൊരു ഇത് കൊടുക്കുക. പക്ഷെ അവർക്കത് മനസ്സിലാവുണ്ടാവില്ല, കാരണം പറഞ്ഞു പോണവർ പറഞ്ഞു പോകും. പക്ഷെ കേട്ടവർക്കാണ് അത് ഓർമ്മ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇപ്പം അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവുള്ളൂ എന്ന് പറയില്ലേ, അത് തന്നെ. പക്ഷെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, വെളുപ്പിനും കറുപ്പിനും ഒന്നും പ്രാധാന്യമില്ല. അത് നമ്മളുടെ ഒരു കഴിവും ആത്മവിശ്വാസവും ഒക്കെ പോലെയാണ് നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു വരുന്നത്. എന്താണ് കൊച്ചിത്ര നിറം കുറഞ്ഞു പോയെന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നിറത്തിലൊന്നും ഒരു സംഭവമില്ലെന്ന് നമുക്ക് നമ്മുടെ ലൈഫിൻ്റെ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നീതു ഏതാണെന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഇപ്പോൾ പറയും നീതു ക്രിയേഷൻ ഞങ്ങളുടെ കസിനാണ് എന്നൊക്കെ വരെയും ഞങ്ങളുടെ ഒരു കസിൻ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. എൻ്റെ ലൈഫിൽ കിട്ടാത്ത പലതും ഞാൻ എൻ്റെ മോന് മേടിച്ചു കൊടുക്കണ്ടെന്നല്ല. ഇപ്പം എൻ്റെ സമയമാണ് അവന് വേണ്ടത്. അവൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അവൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത്. ഇപ്പോൾ പഠിക്കണ കാര്യമാണെങ്കിലും ഞാൻ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്നല്ല അവനെ പഠിപ്പിക്കാറ്. സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഇവനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും, അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി ഇതുണ്ടായി എന്നൊക്കെ. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയയും അതേപോലെ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് പോലുള്ള എല്ലാ സാധനങ്ങളും എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്കും ചില വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ സ്റ്റക്കായി പോകും. ഈ കണ്ടൻറ്റൊക്കെ നമുക്ക് നല്ല പരിചയമുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന സാധനങ്ങളാണല്ലോ, ഇത് ഞാനാണല്ലോ, ഇതിൻ്റെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാണല്ലോ, നമ്മൾ വഴി കൂടെ പോകുന്ന ആൻറ്റി ആണല്ലോ എന്നൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കണ്ടൻറ്റുകൾ നമുക്ക് തരുന്നത് നമ്മുടെ സ്വന്തം നീതു ക്രിയേഷൻസിലെ നീതു ചേച്ചിയാണ് എൻ്റെ കൂടെ ഉള്ളത്. നീതു ചേച്ചി സ്വാഗതം. താങ്ക് യു. അപ്പം പുതിയ വിശേഷങ്ങൾ, എനിക്ക് തോന്നുന്നു മോൻ്റെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ആ വിശേഷങ്ങളിൽ നമുക്ക് തുടങ്ങാം, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ? കുറേ കാര്യങ്ങൾ കണ്ടു. അവൻ്റെ ഫ്രണ്ട്സിനെ മാത്രം വിളിച്ചിട്ട്, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അവൻ്റെ ഫ്രണ്ട്സ് മാത്രം വിളിച്ചിട്ട് ഒരു ചെറിയ പാർട്ടി, അത്രേ ഉള്ളൂ. അപ്പം ഈ ആളിപ്പോൾ 2ാം ക്ലാസ്സിലാണല്ലേ? അപ്പോൾ എങ്ങനെയാണ്, ഭയങ്കരമായിട്ട് എങ്ങനെ വഴക്ക് കാര്യങ്ങളൊക്കെ ഉള്ള ആളാണോ? എനിക്ക് ഇന്നത് വേണം ഇന്നത്? ഇല്ല, അവൻ ഭയങ്കര സൈലന്റ് ആണ്. ചേട്ടനെ പോലെയാണ് ഏകദേശം. അപ്പം അവനങ്ങനെ ഒരു ശല്യം അങ്ങനെ ഒന്നുമില്ല. ഇപ്പം ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം അവനുണ്ടെന്ന് അറിയൂല. എവിടെയെങ്കിലും ഇരിക്കും, വല്ല പടം വരച്ച അല്ലെങ്കിൽ എന്തെങ്കിലും കളർ ചെയ്താക്കി ഇരിക്കും. മൊബൈൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല, ടി വി കാണും എപ്പോഴും. ടി വിയുടെ മുന്നിൽ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്, അങ്ങനെയുള്ള, അല്ലാണ്ട് വലിയ ശല്യക്കാരനല്ല. അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴും വലിയ എന്താ പറയുക പ്രശ്നം ഉണ്ടാക്കല അങ്ങനെ ഒന്നുമില്ല. അവനറിയാം അവൻ്റെ അമ്മ വീഡിയോ എടുക്കുകയാണെന്ന് അറിയാം. അപ്പം ആ ഒരു ഇതിലേ അവൻ നിൽക്കുള്ളൂ എപ്പോഴും. അമ്മയും മോനോട് മാത്രമായിട്ട് ഞാൻ കേക്കൊക്കെ മുറിക്കുന്ന കണ്ടു. അപ്പം എന്താണ് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തോ? ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുള്ളൂ. അവനിങ്ങനെ പൈസ ഉണ്ടാ എന്നൊക്കെ ചോദിക്കുന്ന ഒരാളാണ്. നമ്മുടെ കയ്യിൽ കാശുണ്ടാ, ഉണ്ടെങ്കിൽ എനിക്ക് ഇന്നത് മേടിച്ചു തരുമോ എന്ന് ചോദിക്കണതാണ്. അപ്പം ഞാൻ ചിലപ്പോഴൊക്കെ പറയാം എൻ്റെ അടുത്തില്ല, എന്താണ് അല്ലേ വരുമ്പോൾ എനിക്ക് ഇന്ന സാധനം മേടിച്ചു തരുമോ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം അവൻ അങ്ങനെ ചോദിച്ചു വെച്ച 2-3 സാധനങ്ങളാണ് അവന് കൊടുത്തത്, ഇങ്ങനെ ടോയ്സ് ആയിട്ടുള്ളത്. പിന്നെ അല്ലാതെ ഗിഫ്റ്റുകളൊക്കെ കിട്ടിയാലും പിന്നെ എന്തിനാ വെറുതെ കുറേ സാധനങ്ങൾ മേടിച്ച് കൂട്ടണമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഒരുപാട് നാളായിട്ട് ചേച്ചിയുടെ വീഡിയോസൊക്കെ ഞാനും കാണുന്ന ഒരാളാണ്. ഇപ്പം ഈ കാണുമ്പോഴൊക്കെ സത്യമായിട്ട് നമ്മൾ അറിയാതെ ചിരിച്ചു പോകും. കാരണം നമ്മുടെ വീട്ടിലെ ഇപ്പോൾ ഒരു പെൺകുട്ടി എന്ന നിലയിലും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിമാരും ഇപ്പുറത്തെ വീട്ടിലെ ആൻറ്റിമാരും വഴി കൂടെ പോകുന്നവരൊക്കെ ചോദിക്കുന്ന കുറേ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ചുരണ്ടി എടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ നമ്മളിപ്പോൾ ലൈഫിൽ നമ്മുടെ മാരേജ് കഴിഞ്ഞു, കാര്യങ്ങൾ കഴിഞ്ഞ് എല്ലാം കഴിയും. പക്ഷേ ഇതിനപ്പുറത്തേക്ക് വേറെ കുറേ കാര്യങ്ങളും കൂടെ നമ്മുടെ ഇങ്ങനെ വീഡിയോസിലൊക്കെ വരുമല്ലോ. അപ്പോൾ ഇതൊക്കെ എവിടുന്നാണ് മറ്റേ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞ് ഐഡിയാസൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമോ? അങ്ങനെയല്ല, ഇപ്പം നമ്മൾ
മിക്കതും നമ്മൾ ഫ്രണ്ട്സ് അങ്ങനെ ഒന്നും പറഞ്ഞ് അങ്ങനെ അമ്മായിമാരുടെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കൂടുമ്പോഴൊക്കെ പറയാനായിട്ടുണ്ട്. അല്ലാതെ വേറെ ഒന്നും കേട്ടിട്ടില്ല. പിന്നെ മിക്കവരും നമ്മൾ കാണുന്നതാണ്. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മച്ചിയുടെ അനിയത്തിമാരുണ്ട് കുറേ പേര്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഞങ്ങൾ എല്ലാ മാസവും കൂടും. അപ്പോൾ എല്ലാ മാസവും കൂടുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് അതിൽ നിന്ന് കിട്ടും. കാരണം വെച്ചാൽ ഇവർ ഇപ്പം എന്നെ പോലെ തന്നെയാണ് നന്നായിട്ട് സംസാരിക്കുന്നവരാണ് എല്ലാവരും. അപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ ഓർത്ത് വെക്കും. അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കും. ചിലതൊക്കെ വല്ല കോമഡിയൊക്കെ ഉണ്ടാവും. അപ്പോൾ റെക്കോർഡൊക്കെ ചെയ്ത് വെക്കും. അപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ അതൊക്കെ ചെറുതായിട്ട് കയറ്റും. അപ്പോൾ എന്നോട് പറയും, അന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യമില്ലേടി നീ ആ വീഡിയോയിൽ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്കങ്ങനെ പൊതുവേ ഇങ്ങനെ ആൾക്കാരെ ഞാൻ ഇങ്ങനെ മാനറിസംസ് ഒക്കെ ഞാനൊന്ന് വാച്ച് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഇപ്പം ചിലവരൊക്കെ വയസ്സായ ആൾക്കാർ സംസാരിക്കുന്നത് എങ്ങനെയാണെന്നും ഇപ്പം കുറച്ച് ഇങ്ങനെ കുശുമ്പും കുന്നായ്മയൊക്കെ ഉള്ള ആൾക്കാർ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ സംസാരിക്കുന്നത് എങ്ങനെയെന്നൊക്കെ ഞാൻ ശ്രദ്ധിച്ച് നോക്കാറുണ്ട്. അങ്ങനെയൊക്കെ കിട്ടുന്ന വെച്ച് എഴുതണം. പിന്നെ ഒരു കഥ എഴുതുമ്പോൾ ഞാനങ്ങനെ അതിനെ പറ്റിയൊക്കെ കുറച്ചും കൂടി ആലോചിച്ചിട്ട് 3 ദിവസമൊക്കെ പിടിക്കും ചിലപ്പോഴൊക്കെ ഒരു കഥ എഴുതാൻ. ചിലപ്പോൾ ക്ലൈമാക്സ് കിട്ടാണ്ടൊക്കെ ഇരുന്ന ദിവസങ്ങളുണ്ട്. അപ്പം എന്ന് വെച്ചാൽ അതിന് വേണ്ടി ഇങ്ങനെ ഓരോരുത്തരൊക്കെ ആലോചിക്കും. ഇന്ന ആളാണെങ്കിൽ എങ്ങനെ പറയും എന്നുള്ളൊരു ഇതൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ കണ്ടെത്തണമാണ്. ഇപ്പൊ നേരത്തെ എന്ന് വെച്ചാൽ നിരീക്ഷിച്ചിട്ട് അടുത്തേക്ക് വരുമ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു ആർക്കും. എനിക്ക് തോന്നുന്നു ഇപ്പൊ വന്ന് ആരെങ്കിലൊക്കെ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു കണ്ടവർക്ക് സംസാരിക്കുന്നതല്ലേ. കാരണം കേട്ടിട്ട് എപ്പോഴാണ് ഇതൊക്കെ കണ്ടുണ്ടാക്കുന്നത്. പൊതുവെ ഇപ്പം അങ്ങനെയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എൻ്റെ വീട്ടിൽ ഞാൻ 3 മക്കളാണ് ഞങ്ങള്. അപ്പം ചേച്ചിയുണ്ട് അനിയനും ഉണ്ട്. അപ്പം ഞങ്ങളുടെ ഇളയച്ചന്മാരും ഒക്കെ തന്നെ അച്ഛൻ്റെ അനിയന്മാരും ചേട്ടന്മാരൊക്കെ തന്നെ ഇങ്ങനെ ഇപ്പം നിറമൊക്കെ കുറവാന്ന് പറഞ്ഞാൽ ഇപ്പോഴൊക്കെ ഭയങ്കര ബോഡി ഷെയ്മിങ് അതൊക്കെ പറയില്ല. പക്ഷേ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എല്ലാവരും ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇങ്ങനെ നിറം കുറവാണെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഈ അച്ഛൻ്റെ അനിയന്മാരൊക്കെയാണ് കേട്ടോ. അല്ല വേറെ ആരുമല്ല. അമ്മയുടെ ഫാമിലി അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല. എല്ലാവരും ഒരേപോലെയൊക്കെ തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഈ അച്ഛൻ്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി നിറത്തിനൊരു ഇത് കൊടുക്കണം. പിന്നെ ഞാനും അങ്ങനെ ഒന്നും പഠിക്കൊന്നുമില്ലായിരുന്നു. ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം എന്ന് പറഞ്ഞാൽ അതിനും കുറേയൊക്കെ കേട്ടിട്ടുണ്ട് ആ ടൈമിലൊക്കെ. അപ്പം എനിക്ക് അതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ കുത്തി കയറ്റാറുണ്ട്. ഇപ്പോൾ ഒരു പഠിക്കാത്ത ഒരാളുടെ അല്ലെങ്കിൽ ഇച്ചിരി നിറം കുറഞ്ഞൊക്കെ പറയുമ്പോൾ അവരൊക്കെ പറഞ്ഞ ആ ഡയലോഗുകളൊക്കെ ഇപ്പോഴും മനസ്സിൽ പണ്ട് ഇങ്ങനെ കയറിയോണ്ടായിരിക്കണം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അതൊക്കെ. അപ്പം അതൊക്കെ ചിലത് ഞാൻ വീഡിയോയിലൊക്കെ കുത്തി കയറ്റി അങ്ങനെ ഓരോരുത്തർക്കും കൊട്ടു കൊടുക്കാറുണ്ട്. പക്ഷെ അവർക്കത് മനസ്സിലാവുണ്ടാവില്ല. കാരണം പറഞ്ഞു പോണവർ പറഞ്ഞു പോകും. പക്ഷെ കേട്ടവർക്കാണ് അത് ഓർമ്മയുണ്ടാവുള്ളൂ. നമ്മൾ ഇപ്പം അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവുള്ളൂ എന്ന് പറയില്ലേ, അത് തന്നെ അനുഭവിച്ചവർക്ക് നമ്മുടെ മനസ്സിൽ തന്നെ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ഞാനൊരാളിങ്ങനെ ഒരു കറുത്താണ്, അങ്ങനെ ഒരു നിറം കുറവാണ്, അല്ലെങ്കിൽ നിറം ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് എൻ്റെ ജീവിതം കൊണ്ട് തന്നെ എനിക്ക് പഠിപ്പിക്കും. ഞാൻ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ ചേച്ചിക്ക് നിറമുണ്ട്, എൻ്റെ അനിയന് നിറമുണ്ട്, അപ്പം എൻ്റെ അമ്മച്ചി നിറമുള്ളതാണ്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും ദൈവമേ എന്നെ മാത്രം ഇവിടെ നിന്ന് കണ്ടിട്ട്. എൻ്റെ അച്ഛന് നിറം കുറവാണ്. പക്ഷെ എന്നാൽ പോലും ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഒരു തരംതിരിവ് കാണിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, വെളുപ്പിനും കറുപ്പിനും ഒന്നും പ്രാധാന്യമില്ല. അത് നമ്മളുടെ ഒരു കഴിവും ആത്മവിശ്വാസവും ഒക്കെ പോലെയാണ് നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു വരുന്നത്. ഞാനോ ഒന്നിനും ആവില്ലെന്ന് പറഞ്ഞിട്ടിരുന്നാണ് എന്നെ. ഇപ്പം എല്ലാവർക്കും അതുകൊണ്ട് ഭയങ്കര കാര്യമാണ്. ഇപ്പം കസിൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സംഭവമാണ്. അല്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നീതു ഏതാണെന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഇപ്പോൾ പറയും നീതു ക്രിയേഷൻ ഞങ്ങളുടെ കസിനാണ് എന്നൊക്കെ വരെയും ഞങ്ങളുടെ ഒരു കസിൻ പറഞ്ഞ് ഞാൻ അറിഞ്ഞ് ഇങ്ങനെ ഒരു കുട്ടി. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് അവരെ അറിയാൻ കൂടിയില്ല, കുറേ ഡിസ്റ്റൻറ്റ് റിലേഷനാണ്. പക്ഷെ ആ കുട്ടി പറയണത് ഞങ്ങളുടെ റിലേഷനാണ്, ഞങ്ങൾ ഭയങ്കര അടുത്ത ഇതാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ കുട്ടി ഞാൻ ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞു. നമ്മൾ മാറ്റി നിർത്തിയവരും എന്നെ നമ്മളെ വലിയ സംഭവമായിട്ട് കാണുന്നുണ്ടല്ലോ. അത് തന്നെ ഇതിൽ നിന്ന് കിട്ടിയൊരു വലിയ ഒരു കാര്യമാണ്. ഇപ്പം ഇങ്ങനെ ചേച്ചി ഇങ്ങനെ നമ്മുടെ ലൈഫിൽ കേൾക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഇങ്ങനെ അനുഭവിച്ച കാര്യങ്ങളൊക്കെ വീഡിയോസ് ആക്കുമ്പോഴേ ഇവർക്ക് നമ്മൾക്ക് അത്രയ്ക്ക് അറിയാവുന്നൊക്കെങ്കിലും അറിയാമല്ലോ, ഇത് ഞങ്ങളെ കുത്തിയാണ് പറയുന്നത് അല്ലെങ്കിലൊക്കെ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഒന്ന് ചോദിക്കാറുണ്ടോ, ഇത് ഞങ്ങളെ ഉദ്ദേശമല്ലേ എന്നൊക്കെ വന്ന് ചോദിക്കാറുണ്ടോ? അല്ല, ഒരു തവണ ഇതുപോലെ അത് ഒന്നും പറഞ്ഞിട്ടല്ല, പക്ഷെ ഒരു കണ്ടന്റിൽ ഞങ്ങളുടെ ഒരു ഇളയച്ഛൻ്റെ ഒരു സംഭവം, അച്ഛൻ്റെ ബ്രദറിൻ്റെ ഒരു സംഭവം ഞാനിങ്ങനെ പറഞ്ഞു. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ നോർമലി പറയണ പോലെ ഇങ്ങനെ വർത്താനം പറഞ്ഞൊരു ഇങ്ങനെ എന്തോ ഒരു കേസ്, കല്യാണം കഴിക്കാത്ത അങ്ങനെ എന്തോ കേസ്. പക്ഷേ അന്നേരം ഇളയച്ഛൻ അച്ഛനോട് വന്ന് പറഞ്ഞ് നിൻ്റെ മോള് ഞങ്ങളെ കളിയാക്കുകയാണ്, ഞങ്ങൾ കേസ് കൊടുക്കാൻ പോണേന്ന് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇന്നൊരാളുടെ പേരാ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതിൽ, ഇങ്ങനൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയപ്പോഴാണ് ആൾക്കാരൊക്കെ ചോദിച്ചെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിന് ഇങ്ങനെ ഇപ്പം എന്തോരം പേര് എത്രയോ പേരെ കളിയാക്കി. ഞാൻ അങ്ങനെ ഒരാളെ കളിയാക്കിയൊന്നും ഒരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. നമുക്ക് കഥകളായിരിക്കൂലേ എപ്പോഴും, ഒരു കുഞ്ഞു കഥ ഉണ്ടാക്കും, ഒരു കണ്ടന്റ് ചെറുത് കിട്ടും. ഞാൻ ആ കണ്ടന്റിൽ എങ്ങനെയൊക്കെ ആൾക്കാരെ കൊണ്ടുവരാൻ ഞാൻ വേറെ ആരും ഇല്ല ചെയ്യാനായിട്ട്, ഒറ്റക്കല്ലേ ചെയ്യണം. അപ്പം
അതിൻ്റെ ഒരു പോരായ്മകൾ ഉണ്ടാവും. അപ്പം ഞാൻ ഇങ്ങനെ ഏതൊക്കെ ഡയലോഗ് ആ സന്ദർഭത്തിൽ പറയാൻ പറ്റും എന്നൊക്കെ ആലോചിച്ച് പതുക്കെ എഴുതണം. അതിൽ ചിലപ്പോൾ ജീവിതത്തിൽ നടന്നൊരു സംഭവമായിട്ട് റിലേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടേ അപ്പോഴും ഞാൻ കൂളായിട്ടാണ്, കാരണം എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ചാൽ ഞാൻ ഒരാളെ പറ്റിയോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അതിനകത്ത്. പക്ഷെ അതിനകത്ത് അവർക്കത് ഭയങ്കര ഇതായിട്ട് തോന്നി, ഞങ്ങൾ ഉദ്ദേശിച്ചാണ്, ഞങ്ങളെ തന്നെ ഉദ്ദേശിച്ചാന്ന് പറയില്ല അതുപോലെ. ഇപ്പൊ ചേച്ചി ഇതിനിടയ്ക്ക് പറഞ്ഞു, അതായത് നിറത്തിന്റെ പേരിലും അല്ലെങ്കിൽ നമുക്ക് ബോഡി ഷെയിം ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടെന്ന്. ഇപ്പൊ പണ്ടത്തെ കാലം എന്ന് പറയുമ്പം അല്ലെങ്കിൽ അവർക്കൊരു വിദ്യാഭ്യാസത്തിന്റെ കുറവോ ഒക്കെയാണ്, നമുക്ക് അങ്ങനെ സമാധാനിക്കാം. അല്ലെങ്കിൽ പേരൻസ് അത്രയ്ക്ക് ഉള്ളൂ ചിന്താഗതി, പേരൻസ് ഫാമിലി നമ്മുടെ അങ്ങനെയൊക്കെ ഉള്ളവർ തന്നെ നമ്മളെ ഇങ്ങനെ പറയാറുണ്ട്. ഒരു ഫംഗ്ഷന് പോകുമ്പോൾ തന്നെ അല്ലെങ്കിൽ വണ്ണം ഇല്ലെങ്കിൽ കൊച്ചൊന്നും കഴിക്കില്ലേ, അല്ലെങ്കിൽ നിറം ഇല്ലെങ്കിൽ ഇതെന്താ വെയിലത്തിറങ്ങുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങൾ അതായത് നമ്മുടെ അടുപ്പമുള്ളവർ തന്നെ ആയിരിക്കും പറയും. അപ്പോഴേക്കും നമുക്ക് കുറേ വിഷമം വരുന്നത്. പക്ഷെ ഇപ്പോഴും അതിങ്ങനെ എന്താ പറയുന്നത്, ഇപ്പൊ കുറെ ആൾക്കാർ മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും വേറെ രീതിയിലൊക്കെ ആയിരിക്കും പറയുന്നത്. ഇപ്പോഴും അങ്ങനെ പറയണവരുണ്ട്, പറയണില്ലെന്നല്ല പറയണവരുണ്ട്. എന്താണ് കൊച്ചിത്ര നിറം കുറഞ്ഞു എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നിറത്തിലൊന്നും ഒരു സംഭവമല്ലെന്ന് നമുക്ക് നമ്മുടെ ലൈഫിന്റെ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. നിറമൊന്നും ഒന്നുമല്ല, ഭയങ്കര സുന്ദരിയായിട്ടിരിക്കുന്ന ആൾക്കാർ മാത്രമേ വലിയ നിലയിലൊന്നുമില്ല. ചിലപ്പോൾ ഈ സിനിമ ഫീൽഡിലോട്ടൊക്കെ ഒരു ഇത്തിരി സൗന്ദര്യമൊക്കെ വേണ്ടി വരും, അല്ലാതെ എന്തോരം ഫീൽഡിൽ ഇപ്പോൾ ഓരോരുത്തർ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ വലിയ കാര്യമല്ലേ. ഇപ്പൊ നമ്മൾ ഈ യൂട്യൂബിൽ തന്നെ വീഡിയോ ചെയ്യണ എന്തോരം പേരുണ്ട്, അത്ര ഭയങ്കര ഭംഗി, ഭയങ്കര സൗന്ദര്യം, കുറേ മുടിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പിടിച്ചു വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ചേച്ചി, അപ്പം ഇതിനോടനുബന്ധിച്ച് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അതായത് നമ്മളിപ്പോൾ ഒരുപാട് ഇപ്പൊ ഫെയർനെസ് ക്രീമുകൾ അല്ലെങ്കിൽ ഇതിട്ടാ വെളുക്കും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ക്രീമുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഒരിക്കൽ പോലും എല്ലാവരും തിരിച്ചല്ല പറയുന്നത് ഇത് തേച്ചാൽ വെളുക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിറം കൂടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യുവാണ്. അപ്പൊ ഈ നമ്മുടെ സൊസൈറ്റിയിൽ പല ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. അപ്പം ഇതിലേക്ക് ഇത് പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേന് ഈ ഒരു വീഡിയോയിൽ ചിലപ്പം അയ്യോ ഇത് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ആയിട്ട് പറയുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിങ്ങനെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ അത് എത്രത്തോളം ഒരു അതിനെ എങ്ങനെയാണ് ചേച്ചി നോക്കി? അത് എല്ലാവർക്കും ഒരു ഇച്ചിരി നിറം വെക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. ഇപ്പൊ ഞാനും പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാനൊന്നിലും ഇത് എന്തായാലും നിങ്ങൾ വെളുക്കും, ഇതിട്ട എന്തായാലും. പക്ഷെ നമ്മുടെ ഒരു കോൺഫിഡൻസ് വർദ്ധിക്കും. ഇപ്പൊ ഒരു മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഇപ്പൊ മുടിയൊക്കെ നല്ല ഭംഗി കെട്ടി മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് കുഴപ്പമില്ല, എന്നെ കാണാൻ നല്ലതാണെന്നുള്ള. അപ്പം നമുക്ക് എവിടെയും ഇങ്ങനെ സംസാരിക്കാനും ഒക്കെ തോന്നും. ഇപ്പൊ സ്നേഹ ചോദിച്ച പോലെ തന്നെ രണ്ട് രീതിയിൽ, അതായത് ഇപ്പൊ മോശമാണ്, ബ്ലാക്ക് കളർ മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പിറ്റേ ദിവസം പ്രൊമോട്ട് ചെയ്യുന്നതിനെ പറ്റി ഞാനങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ വീഡിയോയിലാണെങ്കിൽ ഇപ്പോൾ ചെയ്യുമ്പോൾ എൻ്റെ ഫേസിൽ അപ്പോൾ ഒരുപാട് പേരൊക്കെ ഒരു മാറ്റമില്ലല്ലോ ഫേസിൽ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ എന്തും പറയാറുണ്ട്, ഇന്ന സാധനമാണ് ഞാൻ ഇട്ടിട്ട് എനിക്ക് കുഴപ്പമില്ല. കാരണം എനിക്ക് പ്രൊമോഷൻ ഇടുന്ന സാധനങ്ങൾ തന്നെയാണ് എൻ്റെ മുഖത്തൊക്കെ ഇടുന്നത്. അല്ലാണ്ട് ഞാൻ എക്സ്ട്രാ ഒന്നും പൈസ കൊടുത്തൊന്നും മേടിക്കാറില്ല. എല്ലാ സാധനം എനിക്ക് കിട്ടണതിനെ ഞാൻ ആദ്യം എൻ്റെ കൈമേ എവിടെയെങ്കിലും ഇട്ട് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ആ വീഡിയോ ചെയ്യുള്ളൂ. അങ്ങനെയാണ്. ഇപ്പം ശരിയാണ്, ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് വിട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും വെളുക്കും, അല്ലെങ്കിൽ ഈ സോപ്പ് വെച്ച് വിളിച്ച് ഉറപ്പായിട്ട് നിങ്ങൾ നിറം വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അവർ പറയും ലൈഫിൽ അവർ വേറെ സാധനമൊക്കെ യൂസ് ചെയ്യണത്, അങ്ങനെയൊക്കെ കണ്ടത്. നമ്മളതിനെ ചോദിക്കും ശരിക്കും അതിട്ടാ വെളുക്കും അല്ലെങ്കിൽ ശരിക്കും അതിട്ട മുടി വളരുമോ എന്നൊക്കെ ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പറയും ഇല്ലേ ചേച്ചി ഞങ്ങളതൊന്നുമല്ല ഉപയോഗിക്കണത്, പിന്നെ പറഞ്ഞല്ലേ എന്നൊക്കെ പറയണവരുണ്ട്. ഞാനിപ്പോൾ അങ്ങനെയല്ല. ഞാൻ എൻ്റെ ഇതിനകത്താണെങ്കിൽ വീഡിയോസിനാണെങ്കിലും ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കും നല്ലതാണ് ഞാൻ. പക്ഷെ അധികം പ്രൊമോഷൻസ് അങ്ങനെ ചെയ്യാറില്ല. 1 or 2 ഒക്കെ ഒരു മാസം ചെയ്യാറില്ല. എല്ലാ ദിവസവും അങ്ങനെ ഞാൻ ആകെ 5 വീഡിയോ അല്ലെങ്കിൽ 4 വീഡിയോ ഒക്കെയാണ് ഇടുന്നത്. അപ്പം അതിനകത്തൊക്കെയാണ് ഒരെണ്ണം ഉണ്ടാവുന്നത്. സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോഴത്തേന് അവർക്കൊരു റെസ്പോൺസിബിലിറ്റി കൂടെ ഉണ്ട്. അതായത് ഇപ്പം നമ്മളെ കണ്ടിട്ടായിരിക്കും ഇതുപോലെ നിങ്ങൾ ഓരോ കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യുന്ന കണ്ടിട്ടായിരിക്കാം സാധാരണക്കാർ വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ ആ ചേച്ചി, കാരണം ഇപ്പം ചേച്ചിയുടെ ഓഡിയൻസ് ചിലപ്പോൾ ചേച്ചിയുടെ വീഡിയോസിലായിരിക്കും ട്രസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ ഓരോ യൂട്യൂബ് ചാനലിനും ട്രസ്റ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ചേച്ചി പറഞ്ഞ ഫേക്കായിട്ട് ചെയ്യുമ്പോഴത്തേനെ അത് സത്യം പറഞ്ഞാൽ കുറേ മോശമായിട്ടുള്ള കാര്യങ്ങളല്ല, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അത് ശരിയാണ്, തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം എന്ന് വെച്ചാൽ എല്ലാവരും ഒരു കാര്യം നോക്കണമല്ലോ. കാരണം വെച്ചാൽ ചിലവർ പൈസയൊക്കെ മേടിച്ചിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ പറയണം എന്നൊക്കെ പറയും. ചിലവരൊക്കെ ഇപ്പം നമ്മളോടും പറയും ഇന്നതായിരിക്കണം, ഇതുപോലെ കാണിക്കണം, ഇതുപോലെ നമ്മൾ വെളുത്തെന്ന് പറയണം, ഇത്രയും 15 ഡേയ്സിൻ്റെ ഗ്യാപ്പ് കാണിക്കണം എന്നൊക്കെ പറയും. അപ്പം ചിലരോട് ഞങ്ങൾ പറയും അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം വെച്ചാൽ പ്രോഡക്റ്റ് വന്നാലും ഇൻട്രസ്റ്റ് ഇല്ലെന്ന് തന്നെ പറയും. അത് മിക്കവരും അങ്ങനെയാണ്. പണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ചവറ് പോലെ ഇങ്ങനെ പ്രൊമോഷൻസ് എടുക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ ആരും അധികം എടുക്കാതെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് തോന്നുന്നത്. അപ്പം ഞാനൊക്കെ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
എൻ്റെ വീഡിയോസിനൊക്കെ വ്യൂ പിന്നെ ആൾക്കാർക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ തോന്നിയപ്പോഴാണ് ഞാനിങ്ങനെ പ്രൊമോഷൻസ് ഒക്കെ ഒരുവിധം നിർത്തിയത്. അങ്ങനെ ആൾക്കാരങ്ങനെ വെറുപ്പിക്കണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് പ്രൊമോഷൻസ് ഒക്കെ ഇട്ടട്ടെ. അപ്പം ഒരുപാട് ചെയ്യണവരും ഉണ്ടാവും. ഞാൻ പക്ഷെ ഇപ്പം അങ്ങനെ കുറച്ച് കളഞ്ഞ്, മൊത്തം അങ്ങോട്ട് കുറച്ച് കളഞ്ഞ്. കാരണം ഇങ്ങനെ ചെയ്തിട്ട് എൻ്റെ നിന്ന് ആരെങ്കിലും മേടിച്ചിട്ട് അതൊരു മോശം അനുഭവമായിട്ട് എന്നോട് അവർ പറഞ്ഞിട്ടൊന്നുമില്ല. മേടിച്ചോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ തരുന്ന ബ്രാൻഡുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ചെയ്യാണ്ട് ഒരുവിധം നിർത്തി വെച്ചേക്കണം. ഇപ്പം 2-3 മാസമായിട്ട് അങ്ങനെ ഒന്നും ചെയ്യണില്ല. അത് ഇഷ്ടമില്ലാണ്ടാണ്. ഒരുപാടായപ്പോൾ അങ്ങനെ ആൾക്കാർക്ക് ബോറടിക്കുന്നു തോന്നിയപ്പോൾ അങ്ങനെ ഒതുക്കി നിർത്തിയതാണ്. ഇപ്പം ഈ ഒരു ഇൻഫ്ലുവൻസിങ്ങിൻ്റെ മറ്റൊരു മേഖലയാണ് ഈ ഹോം റെമഡീസ്. അല്ലെങ്കിൽ നമുക്കിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം താരൻ, ഇപ്പം ചേച്ചിയൊക്കെ നേരത്തെ ആണെങ്കിലും ഈ മുടി കൊഴിച്ചിൽ, താരൻ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരിക്കലും നമ്മൾ സയൻറ്റിഫിക്കലി നമ്മളൊന്നും പഠിച്ചിട്ട് ആയിരിക്കില്ല ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ ഇത് യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ നാളെ ഒരു പ്രശ്നം ഉണ്ടാവാനൊക്കെ ചിലപ്പോൾ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ നാളെ ഒരു പ്രശ്നമായിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇടയ്ക്ക് വെളുത്തിട്ട് പാറു എന്നൊക്കെ പറഞ്ഞ ക്രീമിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ചെയ്ത് ഒരുപാട് ഇൻഫ്ലുവൻസസ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഇപ്പോഴും എനിക്ക് അതിൻ്റെ കേസോ കാര്യങ്ങളൊക്കെ നടക്കുവാണ്. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പം അതിൻ്റെ കുറേ കാര്യങ്ങൾ ഞാനും ആ സമയത്ത് ഒരുപാട് ഇഷ്യൂസ് കേട്ടു. ഇതുപോലെ കിഡ്നിക്ക് പ്രശ്നം ഉണ്ടായി, അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ഇത് പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേനെ അപ്പം കുറേ കാര്യങ്ങൾ നമ്മളും കൂടെ പഠിച്ചിരിക്കേണ്ടതില്ലേ? അല്ലെങ്കിൽ ഒരു സംഭവം വരുമ്പോഴത്തേന് അല്ലെങ്കിൽ ഹോം റെമഡി ആയിക്കോട്ടെ, അപ്പം ഇത് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് അതിന് എന്തെങ്കിലുമൊക്കെ ഒരു നല്ലൊരു വശം ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞിട്ടല്ലേ ഇത് പറയാൻ പാടുള്ളൂ. അങ്ങനെ ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ? അത് അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഇപ്പം ഞാൻ എൻ്റെ കാര്യത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ലിയോ, പൊന്നോ, ഞങ്ങളുടെ പോലത്തെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവിടെ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടാവും. അപ്പം ചോദിക്കുന്നത് ഈ പ്രോഡക്റ്റ് എങ്ങനെയുണ്ട്, നല്ലതാണോ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി. അപ്പം ലിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ട് പറയും, ചേച്ചി ഈ പ്രോഡക്റ്റ് അത്ര ഇതില്ല, എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പറയും. അപ്പം ഞാനും ആണെങ്കിലും ഇപ്പോൾ അവൾ എന്നോട് പറയും ഇങ്ങനെ യൂട്യൂബിൽ അടിച്ചു നോക്കി അപ്പോൾ സംഭവം കിട്ടും. അപ്പോൾ യൂട്യൂബിൽ അടിച്ചു നോക്കുമ്പോൾ നമ്മുടെ ഈ പ്രോഡക്റ്റ് ചെയ്തവരുണ്ടാവും, ചിലപ്പോൾ അവർ കുറ്റം പറഞ്ഞവർ ചെയ്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് നോക്കിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. എല്ലാം ഇപ്പം ഈ വന്നിരിക്കുന്ന പ്രോഡക്റ്റ് എല്ലാം ചെയ്യണമെന്നൊന്നുമില്ല. നമുക്കതിനകത്തുനിന്ന് തോന്നണം ചിലതൊന്നും ബ്രാൻഡ് കേട്ടിട്ടും കൂടി ഉണ്ടാവാത്ത സാധനങ്ങളൊക്കെ വരും. അപ്പം അങ്ങനത്തെ ഒന്നും ചെയ്യൂല. നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതൊക്കെ ആയിരിക്കും മാക്സിമം ചെയ്തത്. ഞാൻ ചെയ്തേക്കണൊക്കെ കേട്ടിട്ടുള്ള ബ്രാൻഡ് തന്നെയാണ്. അപ്പം അങ്ങനെയാണ് നോക്കണം. ഞാനൊന്ന് എന്താ പറയുക, ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ആ സാധനം ഇത് തന്നെയാണ് പേര് പറയാണ്ട് അങ്ങനെയല്ല. നമ്മൾ അതിനകത്ത് പുറയിലൊക്കെ വായിച്ചു നോക്കി നമ്മളെല്ലാ സംഭവം നോക്കി നമ്മൾ യൂട്യൂബിലും കൂടി നോക്കിയിട്ടാണ് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യണത്. അല്ലാതെ പെട്ടെന്ന് ഒരു വീഡിയോ അങ്ങനെ ചെയ്ത് കൊടുക്കാറൊന്നുമില്ല. എനിക്കൊക്കെ ഒരു 2 ആഴ്ചയൊക്കെ വേണം ഒരു വീഡിയോ ഒക്കെ അങ്ങനത്തെയൊക്കെ ഒന്ന് ഇത് ഈ കണ്ടന്റ് കിട്ടുന്ന പോലെയല്ല. അതിനൊന്നും പറയാനൊന്നും കിട്ടത്തില്ല. നോർമലി സംസാരിക്കുന്ന പോലെയല്ല. ഇങ്ങനെ അതിനെപ്പറ്റിയൊന്നും വലിയ ഇങ്ങനെ പറയാനൊന്നും കിട്ടാണ്ടാവുമ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുക എങ്ങനെയുണ്ട്, അപ്പോൾ ഈ വീഡിയോ ഒക്കെ അതിനെ പറ്റിയുള്ളതാണ് എന്ന് പറയുമ്പോൾ അതൊക്കെ ഒന്ന് ഇരുന്ന് കാണും എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊക്കെയാണ് വീഡിയോ ചെയ്യാറ് മാക്സിമം. ഇപ്പോൾ ഈ യൂട്യൂബിലും അതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആണ്. ഈ 90s കിഡ്സിന് ഇപ്പോൾ തള്ളവൈബ് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കതിങ്ങനെ, അതായത് പണ്ട് നമ്മളോടോരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കിന് നമ്മുടെ മുതിർന്നവരൊക്കെ പറയുമ്പോഴത്തേക്കും ഇവരെന്താ ഇങ്ങനെ പറയുന്നത്, അങ്ങ് ഞങ്ങൾക്ക് അതൊക്കെ അറിയാനൊക്കെ പറഞ്ഞിട്ടുള്ള ടീംസ് ഇപ്പം. പക്ഷേ നമ്മൾ മറ്റേ ഇപ്പോഴത്തെ പിള്ളേരോട് ചിലപ്പം അങ്ങനെ ആയിരിക്കും പെരുമാറുന്നത്. അപ്പോൾ ചേച്ചിക്ക് അതിങ്ങനെ ഇടയ്ക്ക് തോന്നാറുണ്ടോ? കാരണം ആ ഒരു ജനറേഷൻ ആയിരിക്കും നമ്മളെല്ലാവരും. അപ്പം ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഞാനിത് കുറേ നാളായിട്ട് എടുത്തു വെച്ചേക്കുന്ന വീഡിയോ ആയിരുന്നു. പിന്നെ ഇടാനായിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ ഒരു മടിയായിട്ട് ഇടാനൊരു സംഭവമായിരുന്നു. ഒരു തള്ള വൈബ് എന്ന് പറഞ്ഞു. സത്യമാണ്. നമ്മൾക്ക് ഈ മോനൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അടുത്ത് കാണിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാം, ഇവിടെ നീക്കി പിടിക്കലാന്ന് പറയാം. അതുപോലെ അപ്പം ഞാൻ വിചാരിക്കും എൻ്റെ അമ്മച്ചിയൊക്കെ എങ്ങനെയാണ് അടുത്ത് കാണുമെന്നും പറഞ്ഞിട്ട് ആദ്യത്തെ നീക്കി പിടിച്ചെന്നാലേ കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ഇവൻ ഉപദേശിക്കൽ, നിന്റെ കണ്ണൂട്ടി പോയപ്പോഴും ടി വി ഉണ്ടെങ്കിൽ പിന്നെ ഒരു മണ്ണൊക്കെ ചവിട്ടി കയറ്റി കഴിഞ്ഞാൽ അതിന് കുറ്റം പറയൽ. ഞാൻ എൻ്റെ അമ്മാമ്മയും അച്ഛാമ്മയൊക്കെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പം തള്ള ഏകദേശം ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. സത്യമായിട്ടും നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ചിലപ്പോൾ ചില സമയത്ത് ഒരു പോയിന്റിലൊക്കെ റിയലൈസ് ചെയ്യില്ല, പക്ഷേ പ്രായമായി വരുന്നല്ലേ, ഒരു ജീവിതത്തിന്റെ പകുതി ഭാഗമായി എന്നൊക്കെ ആ സമയത്ത് ചിന്തിക്കുന്നത്. ഇങ്ങനെ പേഴ്സണലി തോന്നിയ കുറേ കാര്യങ്ങളുണ്ട്. ഇതല്ലാതെ കുറച്ച് ഫൺ മൊമെന്റ്സ് കാണുമല്ലോ. നമ്മളിപ്പം പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളുടെ ഇപ്പം വീഡിയോസ് കാണുമ്പോഴായിരിക്കാം പുറത്തോട്ട് ഇറങ്ങുമ്പോഴായിരിക്കും ശരാ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് തുടങ്ങി എന്നൊക്കെ തോന്നി. അങ്ങനെയല്ല, ഞങ്ങളുടെ ഒരു കസിൻ ഉണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഭയങ്കര നല്ല ക്യൂട്ടാണ് കാണാനൊക്കെ. പക്ഷേ ഇങ്ങനെ സ്ലീവ്ലെസ് ഒക്കെ ഡ്രസ്സ് ഇടുമ്പോൾ ഞങ്ങൾ തന്നെ പറയും, ഞാൻ ചേച്ചിയും കൂടെയൊക്കെ പറയും, എന്താണത് ഇടാൻ മുകളിലിടാൻ മറന്നുപോയതാണ് എന്നൊക്കെ ചോദിക്കും. അപ്പം ഞങ്ങളുടെ ഈ ചിറ്റമാരും അമ്മമാരൊക്കെ പറയുന്ന ഡയലോഗൊക്കെ ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ട് അവളത് ജാക്കറ്റ് ഇടാൻ മറന്നുപോയതായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു, നമ്മളും തള്ളമാരായി തുടങ്ങിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കണത്. അപ്പോൾ ശരിയാണ് നമ്മൾ. പക്ഷേ നല്ല ഭംഗിയാണ് അവളെ കാണാനായിട്ട്. അങ്ങനെയൊക്കെ ഇട്ട് കിടന്നാലും നമുക്കൊരു വൃത്തികേടൊന്നും തോന്നൂല. പക്ഷേ
നമ്മളിങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലാണ്ട് വലിയ ഇതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പറയണുണ്ടാവും, നമുക്കറിയാൻ പറ്റില്ല, കേൾക്കണ അങ്ങനെ ഒരാൾക്കെല്ലാം അറിയാൻ പറ്റും എന്താണ് അമ്മ ഇങ്ങനെ പറയണമെന്ന് ചോദിക്കാറുണ്ട് എൻ്റെ മോൻ തന്നെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴില്ലേ. നമ്മൾ പോലും അറിയാതെ തള്ളമാരായി വരുന്നു. ഓക്കെ, ചേച്ചിയുടെ വീഡിയോസിലേക്ക് ഏറ്റവും കൂടുതലുള്ളത് ഈ ഫാമിലിയുടെ കുറച്ച് വീഡിയോസ് ആണ്. അതായത് അമ്മായിമ്മ, മരുമകള്, ഇങ്ങനെ പെണ്ണ് കാണൽ, അങ്ങനെയുള്ള കുറേ ഫാമിലി നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഇതെങ്ങനെയാണ് നമ്മുടെ ചേച്ചി ഇവിടെ വന്നതിന് ശേഷം അമ്മായിമ്മ മരുമകൾ ഒരു എങ്ങനെയാണ്? ഭയങ്കര സ്നേഹമാണോ? ഇടയ്ക്ക് വഴക്കൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഇല്ല, എൻ്റെ അമ്മായിയമ്മ ഒട്ടും കുഴപ്പമില്ലാത്ത ഒരാളാണ്. എൻ്റെ അമ്മായച്ഛനും അതെ, അങ്ങനെ ഒരു നമുക്കൊരു എൻ്റെ അച്ഛനല്ല എൻ്റെ അമ്മയല്ല എന്ന് തോന്നൂല. എൻ്റെ അമ്മച്ചിട്ടാണെന്ന് പിന്നെ ഞാൻ യുദ്ധം. പക്ഷെ അമ്മ, ചേട്ടൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, ഇപ്പൊ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലായേനെ ഞാൻ പറയണത്. അപ്പം ഞങ്ങൾ തല്ലുപിടിക്കൂലെന്നല്ലേ, അമ്മ എന്നോട് തല്ലുപിടിച്ചിട്ടില്ല. ഈ 9 കൊല്ലമായിട്ട് എന്നോട് തല്ലുപിടിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അമ്മനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചീത്തയും പറയും. കാരണം എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കും, അതെന്താണ് അങ്ങനെയാന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് അമ്മനോട്. പക്ഷേ അമ്മച്ചിനേക്കാളും കൂടുതൽ എനിക്ക് അടുപ്പം ചേട്ടൻ്റെ അമ്മനോടാന്ന് തോന്നുന്നു. കാരണം കൂടുതൽ നാൾ അവിടെ നിന്നോണ്ടാണെന്നറിയില്ല. ഇപ്പൊ ഞാനിവിടെ ഒറ്റക്കാണെന്ന് പറഞ്ഞാലും അമ്മ അച്ഛനും കൂടി വന്ന് ഇവിടെ നിൽക്കും. 10-15 ദിവസം അവർ നിൽക്കും, 10-15 ദിവസം എൻ്റെ അമ്മച്ചി അച്ഛൻ നിൽക്കും. അങ്ങനെയാണ് ഇപ്പൊ നിൽക്കണത്. അല്ലെങ്കിൽ ഞാനും മോനും അല്ലേ ഉള്ളൂ. അപ്പൊ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയാണ്. അതുപോലെ നമ്മള് ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോ തുടങ്ങി നമ്മൾ എങ്ങനെയാണോ നോക്കുന്നത് അതേ കണക്കാണ് ഇതേ ഈ മിനിയനാളെ പോയത്. അപ്പൊ മിനിയനാൾ വരെ അങ്ങനെ തന്നെയാണ്. അത് പുള്ളിക്കാരൻ്റെ നേച്ചർ അങ്ങനെയാണ്. അച്ഛനാണെങ്കിലും അതെ, ഭയങ്കര ഭയങ്കര കാര്യമാണ്. ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുപോലെ ചേട്ടൻ്റെ ഭാര്യ കുഞ്ഞെന്നൊക്കെ പറയുമ്പോൾ അതുപോലെ കാണുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ വിചാരിച്ചിരുന്നു ഭയങ്കര അമ്മായിയമ്മ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഭയങ്കര ആയിരിക്കും എന്നുള്ള സംഭവം. കാരണം നമ്മുടെ ഫാമിലിയിൽ തന്നെ അമ്മായിമാരുണ്ടല്ലോ പലതരം. അപ്പൊ അങ്ങനെ കണ്ടിട്ട് നമ്മൾ അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ആളാണ്. അത് ഇപ്പൊ നാട്ടിലാണെങ്കിലും ആരോടും അതുപോലെ ഫാമിലിയിലൊക്കെ ചോദിച്ചാലും അമ്മ ഭയങ്കര, അമ്മനെ പറ്റി ഒന്നും പറയാനില്ല, എനിക്കൊരു കുറ്റമായിട്ടോ അങ്ങനെ ഒന്നും പറയാനില്ല. അമ്മ ഭയങ്കര, എൻ്റെ അമ്മച്ചിയാണ് ഇത്രയും കൂടെ സ്ട്രിക്റ്റ് എന്ന് തോന്നുന്നു. എൻ്റെ അമ്മായിമ്മ ഭയങ്കര കൂളാണ്. എന്ത് വന്നാലും അതിനെന്താണ് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ. എനിക്ക് വീഡിയോ എടുത്ത് തന്നെ പുള്ളിക്കാരിയായിരുന്നു. ഞാൻ വീഡിയോ തുടങ്ങിയതും അവിടെ വെച്ചാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങിയതും കണ്ണൂർ വെച്ചിട്ടായിരുന്നു. അവിടെ തന്നെയാണ് നിന്നിരുന്നത്. അവിടെ നിന്ന് ഇതേപോലെ വീഡിയോ ഒക്കെ എടുത്ത് അമ്മയാണ് വീഡിയോ എടുത്തത്. ഇവിടെ വന്നാലും ഇപ്പം അമ്മയാണ് എടുത്ത് തന്നത്. അമ്മക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെയൊക്കെ എടുക്കാൻ. പിന്നെ അമ്മ എന്ന് പറഞ്ഞാൽ അപ്പ ചിരിക്കും. നമ്മളിങ്ങനെ എന്തെങ്കിലും തഗ്ഗുകളൊക്കെ ഇങ്ങനെ വീഡിയോൻ്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അപ്പ ചിരിക്കും. പിന്നെ കട്ട് ചെയ്യും, പിന്നെ എടുക്കും. ഇത് തന്നെയാണ് അമ്മ. അങ്ങനെയാണ് അമ്മ സാധാരണ. ഞാൻ അത്രയും ഒരു അമ്മായിമ്മനെ എൻ്റെ കുടുംബത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെയാണ്. ചേട്ടനും ആ ഒരു പ്രകൃതമാണ്, അച്ഛനും ചേട്ടനൊക്കെ. ചേച്ചി ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട് ഈ ഫാമിലിയുടെ ഒക്കെ. അപ്പോൾ ചേച്ചി ഏറ്റവും കൂടുതൽ ഏത് ഏരിയയിൽ ഫോക്കസ് ചെയ്യാനാണ് ഇഷ്ടം? കാരണം ഈ വീഡിയോ എടുക്കുന്ന ഭയങ്കര അടിപൊളിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഈ വീഡിയോസ് എന്ന് വെച്ചാൽ എപ്പോഴും എഴുതുമ്പോൾ ചില കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി കടന്നു വരുമല്ലോ. എപ്പോൾ എഴുതി തുടങ്ങിയാലും അവിടെ വന്ന് നിൽക്കത്തുള്ളൂ. ചിലപ്പോൾ ഇങ്ങനെയുള്ള കോണ്ടന്റുകളായിരിക്കും. അപ്പോൾ സ്ഥിരം അങ്ങനത്തെ കോണ്ടന്റുകളുണ്ടോ ഇഷ്ടമുള്ളത്? അങ്ങനെയില്ല. ഇപ്പം നമ്മൾ ടിക്ടോക്കിലുണ്ടായിരുന്ന ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മായിയമ്മ വീഡിയോസ് ഇട്ടാണ് വൈറലായത്. അപ്പോൾ ആ ഒരു അമ്മായിയമ്മ വീഡിയോ പിന്നെ അത് തന്നെ ഒന്ന് കുറേ നാൾ പിടിച്ച്. അപ്പോൾ അമ്മായിയമ്മ വീഡിയോ ചെയ്യണ ചേച്ചിയല്ലേ എന്നൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊന്ന് മാറ്റി പിടിക്കാൻ വിചാരിച്ചിട്ട് പിന്നെ അതൊന്നും ചെയ്യാണ്ടായിട്ട് പിന്നെ കഥകളിലോട്ട് കടന്നത്. പക്ഷെ കഥകൾ ചെയ്യുമ്പോൾ ആൾക്കാരിലോട്ട് കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ക്ലൈമാക്സ് ഉള്ളതുകൊണ്ട് എന്തായാലും കണ്ടിരിക്കുമ്പോൾ വെറുതെ ഒന്ന് തീർന്നു പോകില്ല, എന്തെങ്കിലും ഒരു ക്ലൈമാക്സ് ലാസ്റ്റ് ഉണ്ടാവും എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെയാണ് കാണുന്നത്. എനിക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് ചെയ്യണം അങ്ങനെ ഒന്നുമില്ല. പക്ഷെ എനിക്ക് എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ അമ്മമാരൊക്കെ ആയിട്ട് വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ആണുങ്ങളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് അത്. ഇപ്പോൾ കുറേ പേര് ഇങ്ങനെ പറയും ആണുങ്ങളായും പെണ്ണുങ്ങളായിട്ട് എല്ലാം ചേച്ചി തന്നെ ചെയ്യണതാണ് ഇഷ്ടം എന്ന് പറയും. പക്ഷെ അത് അങ്ങനെ പറയണോണ്ട് മാത്രമല്ല, എനിക്ക് ഈ അമ്മാവന്മാരുടെ ക്യാരക്ടറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അത് എനിക്ക് അങ്ങനത്തെ അമ്മാവന്മാരൊന്നുമില്ല, എന്നാലും അമ്മാവന്മാരുടെ ക്യാരക്ടറാണ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചില സമയത്ത് നമുക്ക് കോണ്ടന്റ് ദാരിദ്ര്യമൊക്കെ വരുമല്ലോ. ഇന്നിനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ അടുത്ത ആഴ്ച എന്തിറക്കും. അപ്പം ഇങ്ങനെ മറ്റേ വേറെ ആൾക്കാരുടെയൊക്കെ തപ്പാറുണ്ടോ? എവിടെന്നിലൊക്കെ ഇങ്ങനെ അടിച്ചു മരി ചെറുതായിട്ടൊക്കെ എടുക്കാൻ? എൻ്റെ ഫോണിൽ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ കണ്ടന്റ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6 മിനിറ്റ് 8 മിനിറ്റ് ഒക്കെയാണ് കണ്ടന്റ്. മാത്രമല്ല ഞാൻ ഡയലോഗ് സഹിതം പറഞ്ഞു വെക്കും. എന്നിട്ട് ഞാനത് എനിക്കിപ്പോൾ രാത്രി ഇപ്പോൾ 1 മണിയൊക്കെ ആകുമ്പോൾ വല്ല എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്കത് കിട്ടണമെങ്കിൽ ഞാൻ ആ ഡയലോഗ് സഹിതം. അപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് പൂക്കളെ കാണിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു പത്രം വായിക്കണ ഒരമ്മ. അപ്പോൾ അങ്ങനെ എല്ലാം ആക്കി വെക്കും. എന്നിട്ടാണ് എഴുതാനിരിക്കുന്നത്. അപ്പം എന്ന് വെച്ചാൽ ഒരു 5-10 എണ്ണം തന്നെ ഇപ്പം റെക്കോർഡ് ചെയ്ത് വെച്ചതുണ്ട്. അപ്പം അങ്ങനെ ദാരിദ്ര്യം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് കിട്ടുമ്പോൾ അത്
നിന്ന് വികസിപ്പിച്ച് അങ്ങനെ ആക്കി എടുക്കും. അതിലിപ്പോൾ അടുത്ത ആഴ്ചക്ക് എന്തിടും എന്ന് ഞാൻ ചിന്തിക്കാറില്ല. ഒരെണ്ണം കിട്ടും, അത് സമയമാകുമ്പോൾ കിട്ടും എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ഇപ്പം ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു കണ്ടന്റ് ഓർമ്മ വന്നത്, അപ്പം വേഗം അങ്ങനെ അത് റെക്കോർഡ് ചെയ്ത് എഴുതും അല്ലെങ്കിൽ അത് എഴുതും അങ്ങനെ. ഇപ്പോൾ യൂട്യൂബ് ചാനൽസൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേന് നമ്മൾ പലരും പല കോണ്ടന്റുകളാണ് ചെയ്യുന്നത്. പക്ഷെ ചില സമയത്ത് നമ്മൾ കാണാറുണ്ട്, അതായത് അവർ ചെയ്തു വരുന്ന കണ്ടന്റിൽ നിന്ന് ചിലപ്പം ചില സമയത്തൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ചോദിച്ച പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു അവരുടെ ഒരു ചാനൽ ഡൗൺ ആവുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു തോന്നുന്ന സമയത്തുണ്ടെങ്കിൽ ചില ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഇട്ട് കൊടുക്കുന്ന പോലെ ഇപ്പോൾ ഈ ഒരു ബ്രാ സൈസ് നിങ്ങൾക്ക് എങ്ങനെ ശരിയായിട്ട് ബ്രാ സൈസ് എടുക്കാം, അല്ലെങ്കിൽ ഇപ്പം അൺട്രാൻസ്, അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അതായത് നമ്മൾ ഈ തമ്പൊക്കെ വെച്ചിട്ട് അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ അത് ആക്ച്വലി അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ചേച്ചിക്ക് എന്താണ് തോന്നുന്നത്? കാരണം എല്ലാവരും അങ്ങനെയാണെന്നല്ല, എങ്കിലും ചിലരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. ശരിയാണ്, തമ്മിലുള്ളായിരിക്കൂല ചിലപ്പോൾ ഉള്ളിലുണ്ടാവണത്, അങ്ങനെ ഇരിക്കും. അങ്ങനെയുള്ള വീഡിയോസ് കാണാറുണ്ടെന്നല്ലാണ്ട് അതിനെ പറ്റിയൊന്നും എനിക്ക് വലിയ ഇതില്ല. ചിലവരെ കണ്ടിട്ടുണ്ട്, എന്തെന്നാണ് നമ്മൾ തന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടാണ് ഒരു കണ്ടന്റ് ഉണ്ടാക്കി കഥ ഉണ്ടാക്കി ഇരുന്നത്. കാരണം ഒരു കഥ മറ്റേ കഥയുടെ പോലെ ഇരിക്കരുത്, ഡയലോഗും സെയിം വരരുത്, അങ്ങനെ വിചാരിക്കാൻ. അപ്പം ഈ 700 വീഡിയോയിലും ഡിഫറെൻ്റ് ആയിരിക്കണം അങ്ങനെ വിചാരിച്ചാണ്. ചിലതിലൊക്കെ ഒരു ഡയലോഗ് വരെ വന്നാലും ഈ ഡയലോഗ് ആ വീഡിയോയിലുള്ള ഡയലോഗല്ലേ എന്നൊക്കെ ചോദിക്കണവരുണ്ട്. അപ്പം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഇടാറില്ല, തമ്മിലുള്ള സംഭവം തന്നെ. പിന്നെ എൻ്റെ കണ്ടന്റ് അല്ലേ, അല്ലാതെ കുറേ ഇങ്ങനെ ഫാമിലി വ്ളോഗേഴ്സൊക്കെ ഇങ്ങനെ കുറേ എന്തൊക്കെയോ കൊടുത്തുണ്ട് അങ്ങനെ, അതൊക്കെ ഞാനും നോക്കാറുണ്ട് കേട്ടോ. ഞാനും അങ്ങനത്തേക്ക് ഇരുന്ന് കാണാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും അത് എവിടെയാണെന്നാവും പറഞ്ഞ് കണ്ടും കൂടി ഇല്ല എന്ന് വിചാരിക്കും. അതിനോട് ഇപ്പം അത് ഓരോരുത്തരുടെ ഇതല്ലേ. ഇപ്പം നമുക്ക് അങ്ങനെ ഇടണം, ഇത്തിരി വൈറലാവണം, അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഒരു കോൺട്രവേഴ്സി വേണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരാണ്. നമ്മൾ സാധാരണ സൈഡിൽ കൂടെ പോണല്ല, നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് കഥ എഴുതി രാത്രിയൊക്കെ ഉറക്കം ഉളച്ച് എഴുതിയിട്ട് ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലിലേക്ക് അത് എത്തില്ല. അതേസമയം ഇപ്പം ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലൊക്കെ ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ ഒന്നും കാണത്തില്ല, അകത്താകും ഭയങ്കര പൊള്ളായിരിക്കും. പക്ഷേ ഈ തമ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇവർ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് ഇത് ചിലപ്പോൾ ഭയങ്കര വൈറലായിരിക്കും, അല്ലെങ്കിൽ ട്രെൻഡിങ്ങിലൊക്കെ കയറും. അപ്പം ആ സമയത്തൊക്കെ വിഷമം തോന്നാറുണ്ട്. കാരണം അല്ലെങ്കിൽ ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ടാണല്ലോ, കാരണം അങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് വീഡിയോസ് കാണാറുണ്ടല്ലോ. അപ്പം നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഇത് ചെറിയ ഇതൊക്കെ വെച്ചിട്ട് ഇവർ കയറി പോകുന്നു എന്നൊക്കെ വിഷമമൊക്കെ തോന്നാറുണ്ട്. വിഷമം അത് ഓട്ടോമാറ്റിക് എന്തായാലും തോന്നുമല്ലോ. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ചിലപ്പോൾ 9 ക്യാരക്ടർ 10 ക്യാരക്ടറൊക്കെ ചെയ്ത വീഡിയോകളുണ്ട്. അപ്പം അതെന്ന് പറഞ്ഞാൽ രാവിലെ ചിലപ്പോൾ ഒരു 7:45 മോൻ പോയി കഴിഞ്ഞാൽ 8:15 തുടങ്ങിയിട്ട് ചിലപ്പോൾ വൈകുന്നേരം 6:15 ആയിരിക്കും വീഡിയോ ചെയ്ത് തീർന്നത്. എഡിറ്റ് ചെയ്യാൻ പിറ്റേ ദിവസം ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പം കാലുവേന അല്ലെങ്കിൽ ഇങ്ങനെ അവശതയാവും നമ്മൾ അത്രയും നേരം നിന്ന്. കാരണം ഒരു ഇപ്പോൾ കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആളാണെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കണം, അവിടെ നിൽക്കുന്ന ആളാണെങ്കിൽ അവിടെ തന്നെ നിന്ന് വേണം വീഡിയോ എടുക്കാൻ. അപ്പം നമുക്ക് അങ്ങനെ ഒക്കെ ചെയ്തിട്ട് ഇടുമ്പോൾ ഒരു വ്യൂ ഇല്ലാണ്ടാവും, നമുക്കൊരു വിഷമം വരും. പിന്നെന്ന് വെച്ചാൽ വേറൊരാളെ കണ്ട് നമുക്ക് എന്താ പറയുക, അയ്യോ അവർക്ക് വ്യൂ കിട്ടിയല്ല എന്ന് വിചാരിക്കണില്ല. ഓരോരുത്തരും ചെയ്യണതിൻ്റെയാണ്. ഇപ്പം വേണമെങ്കിൽ നമുക്കും ചെയ്യാം, തമ്മിലിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് എൻ്റെ വീട്ടിലെ സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കാണിക്കാം. പക്ഷെ അങ്ങനെയൊക്കെ കാണിക്കാനും നമ്മളുടെ ഒരു പ്രൈവസി ഉണ്ടല്ലോ, അതങ്ങനെ ഷെയർ ചെയ്യാനും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പോലും ഇടാറില്ല. ചിലവരൊക്കെ Q&A എന്നൊക്കെ പറയും, ലൈവൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പോയാലും ഇങ്ങനെ ആൾക്കാരോട് ഇങ്ങനെ ഇപ്പോൾ ഒരാളുടെ മെസ്സേജ് വായിച്ചില്ലെന്ന് പറഞ്ഞ് ഒരാൾ പറഞ്ഞ് ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ മെസ്സേജ് വായിച്ചില്ലെന്ന്. പക്ഷേ അയാളുടെ മെസ്സേജ് ഞാൻ കണ്ടും കൂടിയില്ല. അപ്പം അതിന് ശേഷമാണ് ഞാൻ പിന്നെ ലൈവൊന്നും അങ്ങനെ പോവാത്തത്. അപ്പം അതുപോലെയൊക്കെ ഒരു വിഷമം തോന്നും. അല്ലാണ്ട് ഇപ്പോൾ ഒരാൾക്ക് വ്യൂ കിട്ടിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല. അപ്പം നമുക്ക് കഷ്ടപ്പെടുന്നവർക്കറിയാം. ഇപ്പോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനാണെങ്കിൽ എസ്പെഷ്യലി നമുക്കിപ്പോൾ ഞാനിപ്പോൾ ചെയ്ത് അപ്പോൾ എന്നേക്കാൾ കൂടുതൽ വ്യൂ വേറൊരാൾക്ക്, ഇപ്പം എൻ്റെ ഫ്രണ്ടല്ല അല്ലെങ്കിൽ ആയിരിക്കട്ടെ എന്താണെങ്കിലും അവർക്ക് കിട്ടുമ്പോൾ അതിനൊരു അങ്ങനെ ഒന്നുമില്ല. കാരണം വെച്ചാൽ നമ്മൾ കഷ്ടപ്പെടുന്നതിനാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഒട്ടും കഷ്ടപ്പെടുക. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ ഇരുന്നൊരു വീഡിയോ ഫ്രണ്ടിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു കല്യാണം വിളിയുടെ വീഡിയോ വേഗം എഴുതി അപ്പം തന്നെ. അപ്പം ഞാനൊരു ഡയലോഗൊന്നും എഴുതിയില്ല, വെറുതെ ഇങ്ങനെ പോയിന്റ്സ് എഴുതി വെച്ചുകൊണ്ട് വേഗം വന്ന ചേച്ചി ഉണ്ടായിരുന്നു, ലീവായിരുന്നു. അപ്പം ചേച്ചി അന്ന് എടുക്കാമെന്ന് പറഞ്ഞ് വേഗം എടുത്ത് ആ വീഡിയോ 2 മില്യൺ അങ്ങനെ എന്തോ കയറി ഫേസ്ബുക്കിൽ. അപ്പം നമ്മൾ ചിലപ്പോൾ കഷ്ടപ്പെടുന്ന വീഡിയോയ്ക്ക് ഒട്ടും വ്യൂ കിട്ടൂല, ചിലപ്പോൾ കഷ്ടപ്പെടാണ്ട് വെറുതെ ഇടുന്ന വീഡിയോയ്ക്ക് നല്ല വ്യൂവും കിട്ടും, ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും. അങ്ങനെയാണ്. ചേച്ചിയുടെ ക്യാരക്ടേഴ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാം മറ്റേ ഒരേ വെച്ച് സുമേഷ്, സുരേഷ്, സുമതി അങ്ങനെയൊക്കെ പറഞ്ഞു, സുധാന്നൊക്കെ പറഞ്ഞിട്ട് ഇത് തന്നെ സ്ഥിരമായിട്ട് ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കലി വരും. അല്ല, എനിക്ക് അങ്ങനെ വരുമ്പോൾ സാ വെച്ചിട്ടുള്ളതാണ് കൂടുതലും വന്നത്. അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സാ വെച്ചിട്ടുള്ളതാണ് എപ്പോഴും വരാറ്. ഇപ്പം സുധാകരനാണെങ്കിലും സുധയാണെങ്കിലും സുഷമയാണെങ്കിലും ഇങ്ങനെ സഹദേവൻ ഇങ്ങനെ സാ വെച്ചിട്ടുള്ള കിട്ടുള്ളൂ. ഞാൻ പിന്നെ മാറ്റി പിടിക്കാൻ ഇപ്പം നോക്കണുണ്ട്. ചിലതൊന്നും ശരിയാവില്ല, എന്നാലും ഏകദേശം മാറ്റി പിടിച്ച് വരുന്നുണ്ട്.
നമ്മൾ ഈ പേരൊക്കെ ഇടുമ്പോഴത്തേന് ചിലപ്പം നമ്മളങ്ങ് ഒരു ഫ്ലോയ്ക്ക് അങ്ങ് ഇട്ടും, ചിലപ്പം നമുക്ക് അത്ര ഡയറക്റ്റ് അറിയാവുന്നവരുടെയൊക്കെ പേരായിരിക്കും. അപ്പൊ അവര് വിചാരിക്കും ഇതെന്റെ പേരാണല്ലോ, അപ്പൊ ഇവള് മനഃപൂർവ്വം ഇട്ടതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്ന് ചോദിക്കാറുണ്ട്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. എൻ്റെ ഒരു അമ്മാവനിങ്ങനെ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നീ എന്താണ് ആ സുമതി അമ്മായിനെ വിടാത്തത്? സുമതി അമ്മായി നിന്നെ ഇവിടെ എന്ത് ചെയ്തു? ഇതൊക്കെ ഒരു കോമഡി ആയിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഏത് സുമതി അമ്മായി? അപ്പം ഞങ്ങളുടെ ഒരു കസിൻ ഉണ്ട്, പുള്ളിക്കാരനെയാണ് ഉദ്ദേശിച്ചത്. നീ എന്താടി നിനക്ക് വല്ല ദേഷ്യമുണ്ട് ആ അമ്മായിനോട് എന്നൊക്കെ ചോദിച്ചു. അപ്പം അങ്ങനെയൊക്കെ ചോദിച്ചു. അല്ലാണ്ട് വലിയ ഇങ്ങനെ പേരുകളുടെ ഇതൊന്നും ഉണ്ടല്ല. ചിലവരൊക്കെ പറയും ഞങ്ങളുടെ പേര് അടുത്ത വീഡിയോയിൽ ഏതെങ്കിലും കഥാപാത്രത്തിന് കൊടുക്കാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ പേരൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതൊക്കെ കൊടുക്കാറുണ്ട്. ഒരു പണി കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദേഷ്യമൊക്കെ ഉള്ളവരുടെ കാര്യമാണെങ്കിൽ പറയുന്ന പോലെയാണ് വീഡിയോസ് അല്ലേ? അത് സത്യമാണ്, അത് ഭയങ്കര കറക്റ്റാണ്. ഇപ്പൊ നമുക്ക് ആർക്കെങ്കിലും ആരോടെങ്കിലും ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ നമുക്കത് ഇതിനൂടെ നന്നായിട്ട് പറയാം. വേറെ പേരൊക്കെ ഇട്ടാണെങ്കിൽ അവരുടെ ഒരു മാനറിസം ഒക്കെ കൊണ്ടുവന്ന് നമുക്ക് അവർക്ക് നല്ലോണം കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു ആശ്വാസം. അങ്ങനെ ഞാൻ ആശ്വാസം. അതെ അതെ, ചെയ്യാറുണ്ടോ? അയ്യോ ചെയ്യാറുണ്ട്, ഒത്തിരി ചെയ്യണ്ട. അത് എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ചെയ്യണല്ലേ. പിന്നെ നമുക്ക് ഒരാളോട് ഒരു ഇങ്ങനെ ഒരു സുഖം തോന്നിയില്ല, അവരങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ. ഞാൻ ഓർക്കണ്ട്, ടിക്ടോക്ക് പോയ ടൈമിൽ ചേച്ചിയുടെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഫസ്റ്റ് ബർത്ത്ഡേ സെക്കൻഡ് ബർത്ത്ഡേ അങ്ങനെ എന്തോ. അപ്പം ഞങ്ങളിങ്ങനെ ചെന്ന് അവിടെ ബർത്ത്ഡേ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ചേച്ചിയുടെയൊക്കെ ഒരു കസിൻ എന്നോട് വന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ തോണ്ടിയിട്ട് പറഞ്ഞ്, അയ്യോ നീ ഇത് ടിക്ടോക്ക് പോയല്ലേ, അപ്പം ഇനി എന്ത് ചെയ്യൂ എന്ന് പറഞ്ഞ്. അപ്പം അതെനിക്ക് മനസ്സിൽ കൊണ്ടെങ്കിലും ഞാൻ അങ്ങനെ കൊണ്ടാലും അങ്ങനെ അയ്യോ എന്ന് പറഞ്ഞ് ഞാൻ മുഖത്ത് കാണിക്കാറില്ല. മനസ്സിന് നല്ല വിഷമം ഉണ്ടാവും. ചിലപ്പോൾ അതൊരു 10,000 പ്രാവശ്യം എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ ആശ്വസിപ്പിക്കുന്ന പോലും കുത്തിയത്. അപ്പം ഞാൻ പറഞ്ഞേ അതിനെന്താണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ടിക്ടോക്ക് പോയെങ്കിൽ എന്താണ്, റോപ്പോസോയാ അന്ന് എന്തോ സാധനം അങ്ങനെ തോന്നി, റോപ്പോസോയാ യൂട്യൂബാ ഒക്കെ ഉണ്ട്, ഞാൻ അതിലൂടെ ആണെങ്കിലും കയറി വരുമെന്ന് വെറുതെ ഒന്ന് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഈ ആള് തന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവരൊരു കസിൻ്റെ കല്യാണത്തിന് അപ്പം ഞങ്ങൾ വീഡിയോ കാണാറുണ്ട് കേട്ടാ എന്ന് പറഞ്ഞ്. അപ്പം ഞാനതൊരു വീഡിയോയിലും പറഞ്ഞായിരുന്നു, ചേച്ചിയുടെ ഒരു കസിനാണ് ഇങ്ങനെ പറഞ്ഞു തന്നു. ആരാന്നൊന്നും പറഞ്ഞില്ല, ചേച്ചിക്ക് പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ അറിയാം ആരാന്ന്. അപ്പം അങ്ങനെ ചിലവരൊക്കെ ഇങ്ങനെ കുത്തി നോക്കിയാണ്ട്. അപ്പം ഞാൻ ഏതൊരു വീഡിയോയിൽ അങ്ങനെ കയറ്റിയായിരുന്നു, അയ്യോ ഇത് പോയല്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ. അപ്പം അവർക്കത് മനസ്സിലായിട്ടുണ്ട് അവരെന്ത് ഉദ്ദേശിച്ചത്. നമ്മുടെ മിക്കവരും ഇപ്പം അങ്ങനെ ഒന്നും പറയാൻ വരാറില്ല കേട്ടാ. ചിലപ്പോൾ ഇതായിരിക്കും കാരണം, നമ്മളെന്തെങ്കിലും വീഡിയോയിൽ കൂടെ വന്ന് അവരെ പലരും പറഞ്ഞാലാന്ന് ഓർത്തിട്ട് അതായിരിക്കും. നമ്മൾ പെൺകുട്ടികളെ സംബന്ധിച്ച് മറ്റേ ഈ ഫാമിലി ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പോൾ തന്നെ പണ്ട് ഭയങ്കര പുച്ഛമായിരിക്കും. അതായത് ചിലപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോ ജോലി ഇല്ലാതിരിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര പുച്ഛമായിരിക്കും. പക്ഷേ നമ്മൾ ഫാമിലി ഫംഗ്ഷനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിക്കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റർ ആണല്ലോ, ചെല്ലുമ്പോഴത്തേനും ഭയങ്കര വരവേൽപ്പായിരിക്കും. നീ ഇത് വരുന്നൊക്കെ പറഞ്ഞിട്ട്. സത്യമാണ്. ഇപ്പം നമുക്ക് ഏതൊരു പ്രോഗ്രാമിനാ എവിടെ പോയാലും ഒരാളെങ്കിലും നമ്മളെ തിരിച്ചറിയും. അതങ്ങനെയാണ്. അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ, ഒരാൾ നമ്മളെ തിരിച്ചറിയുമ്പോൾ. അപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം ഫാമിലി ഫംഗ്ഷൻ വേണ്ട, ഫാമിലി ഫംഗ്ഷൻ പിന്നെ എല്ലായ്പ്പോഴും നമ്മളിപ്പോൾ അമ്മച്ചിയുടെ ഫാമിലി ആണെങ്കിലും അച്ഛൻ്റെ ഫാമിലി ആണെങ്കിലൊക്കെ നമ്മൾ കൂടണോണ്ട് നമുക്ക് എപ്പോഴും കണ്ടുണ്ട്. പക്ഷെ അവരുടെ അങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെ ഫാമിലിയിലുള്ള ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഗ്രൂപ്പൊക്കെ ഇടുമ്പോൾ അയ്യോ നീതുവിനറിയോ, നീതുവിന് എങ്ങനെ അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരെനിക്ക് വോയിസ് ഒക്കെ അയച്ചു തരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നീ ചേച്ചിനോട് ഞങ്ങളുടെ അന്വേഷണം പറയട്ടാ എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമാണ്. അതുകൊണ്ട് ഇപ്പം എല്ലായിടത്തും പോകാൻ ഭയങ്കര കോൺഫിഡൻസ് ആണ്. പണ്ട് ഒരാളടുത്തും പോകില്ല. എൻ്റെ ഫാമിലി തന്നെ എല്ലാവരും പറയുമായിരുന്നു കിങ്ങിനെയൊക്കെ എന്നെ കിങ്ങിണി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കിങ്ങിനെ കണ്ട കാലം മറന്നു എന്ന് പറയും. പക്ഷെ ഇപ്പം എന്ത് പ്രോഗ്രാം വിളിച്ചാലും ആരും വിളിച്ചാലും പോകാറുണ്ട്. പണ്ട് നമുക്ക് അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മളൊന്നും ആയിട്ടില്ല, അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ. പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു സെലിബ്രിറ്റി തന്നെയാണ്. കാരണം ഞാൻ എപ്പോഴും ഡൽഹിയിലായിരുന്നു. അപ്പം ഡൽഹിയിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഈ ഭയങ്കര വലിയ പ്രതീക്ഷകളല്ലേ. അപ്പം ഡൽഹിയിൽ നിന്നൊക്കെ വന്ന് ഇപ്പം കല്യാണത്തിന് വന്ന് എന്നൊക്കെ പറയും, ഡൽഹിയിൽ നിന്ന് വന്നാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര സംഭവമായിരുന്നു. അപ്പം കല്യാണത്തിന് ശേഷം ഞാൻ സെലിബ്രിറ്റി തന്നെയാണ്. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല, സെലിബ്രിറ്റി എന്നൊന്നുമില്ല. എന്നാലും നമ്മുടെ എല്ലാവരും കൂടി കൂടുമ്പോൾ ഇങ്ങനെ ആ വീഡിയോ കാണാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ അത് കണ്ടിരുന്ന് ഇൻ്റർവ്യൂസ് കണ്ടിരുന്ന് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അത് ഇപ്പോൾ ചേച്ചി എപ്പോഴും പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യമുണ്ട്, ഒരു ബിഫോർ മാരേജ് ആൻഡ് ആഫ്റ്റർ മാരേജ് രണ്ട് ലൈഫായിട്ടാണ് ചേച്ചി പറയുന്നത്. എനിക്കൊന്ന് ബിഫോർ മാരേജ് ഞാൻ ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ്റെ കാര്യങ്ങൾ ഫാമിലി കാര്യങ്ങളൊക്കെ അച്ഛൻ അത്രത്തോളം ഒരു സപ്പോർട്ടീവ് അല്ലായിരുന്നു, അല്ലെങ്കിൽ സ്നേഹം അത്രത്തോളം പ്രകടിപ്പിച്ചിരുന്നു. അപ്പം ചേച്ചി വിശ്വസിക്കുന്നില്ല, അതായത് നമ്മൾക്ക് ഉള്ളിലൊരു സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുക തന്നെ വേണം. ഇപ്പം നമ്മുടെ കമലാസുരയെ പറഞ്ഞ പോലെ ഞാൻ മരിച്ചിട്ടല്ല എൻ്റെ ശവക്കലറി കൊണ്ട് പൂക്കൾ തരേണ്ടത്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പൂക്കൾ തരണം എന്ന് നമ്മളിങ്ങനെ ഒരുപാട് വേർഡ്സ് കേട്ടിട്ടുണ്ട്. അപ്പം അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമല്ലേ, കാരണം ചേച്ചിക്ക് തന്നെ ചേച്ചി ലൈഫിൽ അത് അറിയാൻ പറ്റും. അതെ അതെ. ഇപ്പം നമ്മൾ ഇപ്പം മനസ്സിൽ സ്നേഹമുണ്ട്, മക്കളാണ് അല്ലെങ്കിൽ ഭാര്യയാണ് അല്ലെങ്കിൽ മോളാണ് അനിയത്തിയാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു ആളാണ്. എനിക്കിപ്പോൾ ഒരാൾ ഇഷ്ടമാണെങ്കിൽ ഞാൻ അവരോട് കൂടുതൽ സംസാരിക്കും. ഇപ്പം ഞങ്ങൾ ഗോവ ടൂറ് പോയായിരുന്നു. അപ്പം ഞാൻ പൊന്നു ലിയ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ രാത്രി മുഴുവൻ അവരുന്നു, അവരൊക്കെ ഉറങ്ങിയിരുന്നു, ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെന്നോട് ഒരു ഇനി മിണ്ടായിട്ട് കിടന്നുറങ്ങിക്കൊള്ളാന്ന്. കാരണം എനിക്ക് അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഭയങ്കര കാര്യമാണ്. ഫ്രണ്ട്സ് എന്നല്ല പറയണത്, ഇപ്പം നമ്മൾ ഫാമിലി പോലെ തന്നെയാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിച്ച് പൊന്നു കോട്ടയം കുഞ്ഞനമ്മ അവളെയും അല്ലെങ്കിൽ ഈയനെയാണ് വിളിക്കണത്. അപ്പം എന്തുണ്ടെങ്കിലും ഇങ്ങനെ ഓരോരുത്തർ. അപ്പം ഈ യൂട്യൂബ് തന്നെ ഒരു ഫാമിലിയായി. അപ്പം അങ്ങനെ എനിക്ക് സ്നേഹമുള്ളവരോട് ഞാൻ ഒരുപാട് സംസാരിച്ചാൽ തീരൂല. അപ്പം ഇവിടെ നിന്ന് ചിലപ്പോൾ കണ്ണൂർ വരെയൊക്കെ ഞങ്ങൾ വണ്ടിക്കാണ് പോകണമെങ്കിൽ ഞാനിരുന്ന് ഇങ്ങനെ വർത്താനം പറയും ചേട്ടനോട്. ചേട്ടൻ അങ്ങനെ അധികം സംസാരിക്കാത്ത ഒരാളാണ്. ചേട്ടൻ എന്തെങ്കിലും കേൾക്കും. ഞാൻ ഇത്രയും ഈ 3 മാസത്തെ കാര്യങ്ങൾ മുഴുവൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കങ്ങനെ സംസാരിക്കലാണ് എനിക്കിഷ്ടം. ഇപ്പം സ്നേഹം ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ പ്രകടിപ്പിക്കലാണ് ഇഷ്ടം. ഇപ്പം എൻ്റെ അനിയനോടും അല്ലെങ്കിൽ ചേച്ചിയോടാണെങ്കിലും ചേച്ചിയുടെ പിള്ളേരോടൊക്കെ ആണെങ്കിലും ഒക്കെ ഉള്ള നമുക്കൊരു സ്നേഹം ഉണ്ടല്ലോ. അപ്പം എല്ലാവരും പറയും എന്തിനാണ് അങ്ങനെ സാധനങ്ങളൊക്കെ പിള്ളേർക്ക്, നമുക്കോ കിട്ടിയിട്ടില്ല. അപ്പം ആ പിള്ളേരെങ്കിലും ആ ഒരു ലൈഫ് ആസ്വദിക്കട്ടെ എന്ന് വിചാരിച്ചാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. എനിക്ക് അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാനും അങ്ങനെ നമ്മുടെ ഇപ്പം ചേച്ചിനെയാണെന്നല്ല പിള്ളേരെയും അവരെന്താണ് ആഗ്രഹിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ സ്നേഹം നമുക്ക് അങ്ങനെയാണ് കാണിക്കാൻ പറ്റുന്നത്. ശരിയാണ്, സ്നേഹത്തിന് ഒന്നും കൊടുക്കൊന്നും വേണ്ട, സ്നേഹിച്ചാൽ മതി എന്ന് പറയും. പക്ഷെ കുട്ടികൾക്കൊക്കെ അങ്ങനെ ഇപ്പം എൻ്റെ ലൈഫിൽ എന്നൊക്കെ പറഞ്ഞാൽ ചെറുതിലെ ഒന്നും ഒരു ഉത്സവത്തിന് പോയപ്പോൾ ഒരു മുട്ടയിരുന്ന താറാവിന് കൊണ്ടുവരുന്നു. അന്നതിന് 20 രൂപ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. 20 രൂപ അന്നത്തെ കാലത്ത് വലിയ പൈസ ആയിരിക്കും. അപ്പം എൻ്റെ അമ്മച്ചി എപ്പോഴും പറയുന്നവരായിരുന്നു അന്നത്തെ കാലത്ത് വലിയ പൈസ ആയിരുന്നു 20 രൂപ, അതുകൊണ്ടാണ് മേടിച്ചു തരാൻ ഞാൻ. പക്ഷെ അതെനിക്ക് ഭയങ്കര ഫീൽ ചെയ്തൊരു കാര്യമാണ്. അതെൻ്റെ ജീവിതത്തിൽ ഇത്രയും നാളെത്തിയിട്ട് എന്തോരം സമ്പാദിച്ചാലും എനിക്ക് ഈ ഒരു സാധനം ഭയങ്കര വിഷമമാണ്. എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള. അപ്പം എൻ്റെ മോനെന്ന് മാത്രമല്ല, ഞാൻ എൻ്റെ മക്കളിൽ നിന്ന് വേണത് ചേച്ചിയുടെ മക്കളും അനിയൻ്റെ മോളും ഒക്കെ എൻ്റെ മക്കളെ തന്നെയായിട്ട് കാണണം. അപ്പം അവരാരാഗ്രഹിച്ചാലും ഞാൻ അവർക്ക് എന്തും മേടിച്ചു കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റണല്ലോ. ഇപ്പം യൂട്യൂബിൽ പൈസ കിട്ടി തുടങ്ങിയതിന് ശേഷം ഒന്നുമല്ല ചെയ്യണത്. ഇപ്പം ഞാൻ അല്ലെങ്കിലും ഹസ്ബൻഡിനോട് പറഞ്ഞെല്ലാം ചെയ്യിപ്പിക്കുമായിരുന്നു. ചേച്ചിയുടെ മക്കൾക്ക് വേണ്ടിയാണെങ്കിലും എൻ്റെ മോന് ഡ്രസ്സ് എടുക്കണ പോലെ തന്നെ ഞാൻ അവർക്കൊക്കെ എടുക്കും. കാരണം അതുപോലെയാണ് നമ്മളെല്ലാവരെയും കൊണ്ടുനടക്കണത്. നമുക്ക് കിട്ടാത്തത് നമ്മൾ വേറൊരാൾക്ക് കൊടുക്കണം. അതാണ് സംഭവം. നമുക്കിപ്പം ചേച്ചി ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ കുഞ്ഞിലെ ചിലപ്പം നമ്മുടെ കുഞ്ഞു മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കാം, ചെറിയ സാധനമായിരിക്കാം. ചിലപ്പോൾ ആ സമയത്ത് അവരത് വാങ്ങിച്ചു വരത്തില്ല. പക്ഷെ എനിക്കൊന്ന് ഇപ്പോഴും നമ്മളത് ഓർത്ത് വെക്കും അല്ലേ, വേറെ എന്തൊക്കെ കിട്ടിയാലും. ഏതോ ഒരു വീഡിയോയ്ക്ക് കമന്റ് ഇട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുഞ്ഞില് കിട്ടാത്ത എന്തെങ്കിലും ഐറ്റം ആരുടെങ്കിലും മനസ്സിലുണ്ടോ എന്നങ്ങാണ്ടും യൂട്യൂബിൽ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ കാര്യം കമന്റ് ഇട്ടുണ്ടായിരുന്നു. ഒരു മുട്ടയിരുന്ന താറാവിനെ കിട്ടണമെന്നായിരുന്നു. അതിൻ്റെ അടിയിൽ വന്ന ആൾക്കാർ മുഴുവൻ ചേച്ചി ഞാൻ മേടിച്ചു തരാം മുട്ടയിരുന്ന താറാവ് ഞങ്ങളുടെ വീട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ. ഞാൻ പിന്നെ ഡിലീറ്റ് ചെയ്തില്ല കമന്റ്, അവിടെ ഇപ്പോഴും കിടക്കുന്നുണ്ട് ആ കമന്റ്. ഇപ്പം അച്ഛൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇതേപോലെ ചേച്ചിക്ക് ആ ഒരു കുഞ്ഞുനാൾ ഞാൻ ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. 3ാം ക്ലാസ് മുതലേ അല്ലെങ്കിൽ ആ ഒരു ഓർമ്മ വെച്ച നാൾ മുതലേ അച്ഛൻ്റെ ഒരു സ്നേഹം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുള്ളൊരു വീഡിയോ ഉണ്ട്. അപ്പം ഇപ്പം എന്ന് വെച്ചാൽ ചേച്ചി ഒരു അമ്മയാണ്. അപ്പം അന്നത്തെയും ഇന്നത്തെ ഒരു ലൈഫ് ചേച്ചി കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ എൻ്റെ മകന് കിട്ടണമെന്ന് ഉറപ്പുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ തന്നെ ലൈഫിൽ ഇങ്ങനെ ആലോചിച്ച് മുമ്പോട്ട് പോകുന്ന ഒരാളാണ്. കാരണം ഒരെണ്ണം നേരിട്ട് നമ്മൾ അത് സത്യമാണ്. എൻ്റെ ലൈഫിൽ കിട്ടാത്ത പലതും ഞാൻ എൻ്റെ മോന് മേടിച്ചു കൊടുക്കണ്ടെന്നല്ല, ഇപ്പം എൻ്റെ സമയമാണ് അവന് വേണ്ടത്. അതായത് ഇപ്പോൾ ഒരു വൈകിട്ട് അവനൊരു 3:45 3:30 ആകുമ്പോൾ വരും. വന്നു കഴിഞ്ഞാൽ അവൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അവൻ്റെ ഒപ്പമാണ് നിൽക്കണം. ഇപ്പോൾ പഠിക്കണ കാര്യമാണെങ്കിലും ഞാൻ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്നല്ല അവനെ പഠിപ്പിക്കാറ്. അല്ലെങ്കിൽ അവന് ഇരിക്കുമ്പോൾ അവൻ വായിക്കണമെങ്കിൽ ഞാൻ കൂടിയിരിക്കും. എൻ്റെ ഒപ്പം അങ്ങനെ ഒരാളിരുന്നോ അല്ലെങ്കിൽ എൻ്റെ കാര്യം കേൾക്കാൻ. ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഇവനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും, അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി ഇതുണ്ടായി എന്നൊക്കെ. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് എന്ത് കേട്ടിരിക്കാൻ ഒരാളാണ് വേണ്ടത്. അപ്പം ഞാൻ അവൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും കേൾക്കാറുണ്ട്. ഇങ്ങനെയാണ്. എന്നിട്ട് പിന്നെ എന്ത് പറഞ്ഞ് എന്നിങ്ങനെ ചോദിച്ചത് എനിക്കങ്ങനെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഞാൻ എപ്പോഴും ഞാൻ ക്ലാസ് വിട്ട് വരുമ്പോൾ ചേച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അമ്മച്ചോട്, ആ സ്കൂളിൽ അങ്ങനെ ഉണ്ടായി ഇങ്ങനെ. ചേച്ചിയുടെ കഥ തീരൂല. അപ്പം നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യും നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് നമുക്ക് കഥ തീരാണ്ടാവുമ്പോൾ അമ്മച്ചി പറയാൻ പോയി മേലെഴു തിന്ന് അല്ലെങ്കിൽ പുറത്തോട്ട് പോ ഇങ്ങനെയൊക്കെ പറയും. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഓരോരുത്തർ സാഹചര്യം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം പിന്നെ എൻ്റെ അമ്മച്ചിയും ജീവിച്ച പോലെയല്ല ഞാൻ ജീവിക്കുന്നത്. അപ്പം ആ ഒരു സാഹചര്യത്തിൻ്റെയൊക്കെ ആയിരിക്കാം അന്നത്തെ ഒരു മാറ്റം വന്നത്. ഇപ്പം ചേച്ചിയാണെങ്കിൽ അതായത് ഇപ്പം പേരൻസിനോട് എപ്പോഴെങ്കിലുമൊക്കെ ഇപ്പോഴാണെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അന്നെനിക്ക് ചിലപ്പോൾ ആ സമയത്ത് പറയത്തില്ല, ഇപ്പം ഇപ്പോഴൊക്കെ പറയാനുള്ള ഗട്ട്സ് ഉണ്ടായിട്ടുണ്ട്, അന്ന് എനിക്ക് അതൊക്കെ വിഷമമായിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാത്തതിലൊക്കെ. അങ്ങനെയല്ല, ഈ ഇതേപോലെ ഇൻ്റർവ്യൂകളിൽ ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ അച്ഛൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ ഇതിനകത്ത് TV-ലിട്ട് കാണുമ്പോൾ ഒക്കെ ഇവരൊക്കെ ഇരുന്ന് കാണുന്നുണ്ട്, ഇവർക്കൊന്നും ഒരു വികാരമില്ല. ഞാനതാണ് വിചാരിച്ചത്. എൻ്റെ അച്ഛനോട് ഇരുന്ന് കാണുന്നുണ്ട്, അച്ഛനൊരു വികാരമില്ല. അച്ഛനിരുന്ന് കേൾക്കണില്ല എന്താന്ന് മനസ്സിലാവുള്ള. ഇപ്പൊക്കെ ഞാനിങ്ങനെയൊക്കെ പറയാറുണ്ട്. അന്ന് ഓർക്കണ്ട പണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളും കുറ്റങ്ങളായിരുന്നു. അപ്പം ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം
ചിലപ്പോഴൊക്കെ ഇങ്ങനെ മീൻ വറുത്തത് ചെറുതാണെന്ന് പറഞ്ഞ് തല്ലി പിടിക്കുമായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെ കഴിക്കുന്ന കാര്യത്തിൽ ഒരു എന്താണ് എന്നെ എല്ലാവരും ശ്രദ്ധിക്കാത്തത് എന്നൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഒരു കോംപ്ലക്സ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. എന്നിട്ട് അതിപ്പോഴും ഞാൻ പറയൂട്ടാ, നിങ്ങൾ പണ്ട് എനിക്ക് ചെറിയ മീൻ വറുത്തത് തന്നല്ലേ എന്നൊക്കെ പറയണത് എൻ്റെ അമ്മച്ചോട് ഇപ്പോഴും ചോദിച്ചറിയാം. അവളെ പണ്ട് തുടങ്ങി. എന്നിട്ട് എൻ്റെ അനിയൻ ഇങ്ങനെ നമ്മൾ ചെമ്മീനൊലത്തൊക്കെ ഉണ്ടാക്കും. അന്നൊക്കെ ഇച്ചിരി ചെമ്മീനൊക്കെ അല്ലേ മേടിക്കുകയുള്ളൂ, വല്ലാണ്ടും കൊല്ലത്തി. അപ്പം ഇച്ചിരി ചെമ്മീൻ മേടിച്ചിട്ട് ഇങ്ങനെ ഒലത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്കെന്താണ് സവാള കൂടുതൽ, അവന് ചെമ്മീൻ കൂടുതലുണ്ടല്ലോ എന്നൊക്കെ ഞാൻ എന്നെയൊക്കെ നോക്കുമായിരുന്നിട്ടാ. പക്ഷെ അങ്ങനെ ഒരു സാധനത്തിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എൻ്റെ പോലത്തെ ഒരു സ്വഭാവം ഉള്ളതിന്നെ. അപ്പം ഇതേപോലെ ഞാൻ ഇങ്ങനെ ചോദിക്കാണ്ട് അനിയൻ ഇങ്ങനെ ചെമ്മീനൊക്കെ എടുത്ത് തരും, ഇങ്ങനെ കഴിച്ചോ എന്ന് പറയാണ്ട് അവന് സവാള മതി എന്ന് പറഞ്ഞാൽ സവാള കൂട്ടി കഴിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഒരു കുറുമ്പായിരുന്നു ഭയങ്കര. അങ്ങനെ ഒരു ആരും നമ്മളെ ശ്രദ്ധിക്കണില്ല, അല്ലെങ്കിൽ നമുക്ക് ആരും ഇല്ല എന്നൊക്കെ ഒരു തോന്നലുകൾ പണ്ടേ ഉണ്ടായിരുന്നു. പിന്നെ കാലക്രമേണ നമുക്ക് മനസ്സിലായി, നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അമ്മയാവുമ്പോഴാണ് നമുക്ക് അമ്മയുടെ വിഷമങ്ങൾ എന്തായിരുന്നു. അന്ന് പൈസയൊന്നുമില്ല, അങ്ങനെ കഷ്ടപ്പെടുന്നത് അച്ഛൻ കൊണ്ടുവരുന്നതാണ് നമുക്ക് ആക്കണത്. അങ്ങനെ അപ്പം നമുക്ക് വേറൊരു ഇതുമില്ല. ഞാൻ എപ്പോഴും എൻ്റെ മോനോട് തന്നെ പറയും, ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഇല്ലാണ്ട് ഞാൻ +2 വരെ പഠിച്ച ഒരാളാണ്. എനിക്ക് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ചെയ്യണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാണുന്നത്. കസിൻ്റെ കയ്യിൽ നിന്ന് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് അവൾക്ക് ഒന്നുമില്ലാത്ത ദിവസം മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ. അപ്പോൾ ചിലപ്പോൾ അവൾക്ക് ക്ലാസ്സിൽ എക്സാമൊക്കെ ഉണ്ടെങ്കിൽ അവൾ പറയും എക്സാം ഉണ്ടിട്ടാ തരാൻ പറ്റില്ലെന്ന് പറയുകയാണെങ്കിൽ ഞാൻ സ്കൂളിൽ ചെന്ന് പുല്ലംകുളത്താണ് ഞാൻ പഠിച്ചിരുന്നത്. ഇവിടെ അടുത്ത് തന്നെ സ്കൂൾ. അപ്പോൾ അവിടെ ചെന്നിട്ട് എല്ലാ ക്ലാസ്സിലും കയറിയിട്ട് ഒരു കോമ്പസ് ഉണ്ടാ ഒരു കോമ്പസ് ഉണ്ടാ എന്നൊക്കെ ചോദിച്ചിട്ട് 2 കോമ്പസ് ഉണ്ടാ, ഇപ്പോൾ ട്രാക്ടർ 2 ഉണ്ടാ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ മേടിച്ചത്. മിക്കവരും ആ കാലഘട്ടത്തിൽ മിക്കവരും അങ്ങനെ തന്നെയായിരുന്നു. ഞാനൊരു വീഡിയോയിൽ ഇതേപോലെ എന്തോ പറഞ്ഞപ്പോഴും അങ്ങനെ എന്തോണ് ആൾക്കാരെല്ലാവരും പറഞ്ഞു ഞങ്ങളൊക്കെ ഇങ്ങനെ അനുഭവിച്ച് ചേച്ചിന്ന്. കാരണം ആ കാലഘട്ടത്തിൽ പൈസ ഇല്ല, പിന്നെ പെണ്ണുങ്ങളാരും വീട്ടിലെ പെണ്ണുങ്ങൾ പണിക്കൊന്നും പോകണില്ല. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിൻ്റെതായ ഒരു സാഹചര്യത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഇപ്പം ചേച്ചി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് കൂടെ ആണ്, കാരണം സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ, അതിൻ്റെ വരുമാനം. അപ്പം ഇപ്പം എത്രത്തോളം ഹാപ്പിയാണ് ഈ ഒരു ലൈഫിൽ? ഞാൻ പറഞ്ഞില്ല, ഇപ്പം എന്നല്ല, ഈ പൈസ കിട്ടുന്നതുകൊണ്ടല്ല ഹാപ്പി എന്ന് പറഞ്ഞത്. ഞാൻ എൻ്റെ കല്യാണത്തിന് ശേഷം ഞാൻ ഹാപ്പിയാണ്. അപ്പം അത് ഇപ്പം പൈസ കിട്ടണോണ്ട് ഇപ്പം ഞാൻ ഹാപ്പി എന്നല്ല. ഞാൻ എൻ്റെ കല്യാണത്തിന് ശേഷം ഞാൻ ഹാപ്പിയാണ്. എനിക്ക് എന്ത് ചോദിച്ചാലും ഇപ്പം പൈസ ഇല്ലെങ്കിൽ പറയുമ്പോഴേക്കും ഇങ്ങനെ പൈസ ഇല്ല, സാലറി വരട്ടെ എന്നിട്ട് മേടിക്കാമെന്ന് പറയും. ഇല്ലെങ്കിൽ എനിക്ക് പൈസ ഉണ്ടെങ്കിൽ എന്ത് ചോദിച്ചാലും ഇപ്പോൾ വരെ മേടിച്ചു തന്നെ ഒരാളാണ്. അതുകൊണ്ട് അങ്ങനെ നമുക്കൊരു എനിക്കിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി വരുമാനം കിട്ടി തുടങ്ങിയപ്പോഴാണ് ഞാൻ ഹാപ്പി എന്ന് പറയുന്നില്ല. ആള് എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞാൻ ഹാപ്പിയാണ്. അതിന് മുന്നേ വരെ ചിലപ്പോൾ ഈ നമ്മൾ ജോലി ചെയ്യണ ശമ്പളം ചിലപ്പോൾ 5000 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ. അപ്പം ഈ 5000 രൂപക്ക് എൻ്റെ വീട് നോക്കിയിരുന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നടത്തിയിരുന്നു. അന്നും ഞാൻ ഹാപ്പിയാണ് കേട്ടോ. പക്ഷേ നമുക്കൊരു മെൻ്റലി ഒരു ഹാപ്പി ഉണ്ടാവുമല്ലോ. നമ്മൾ വേറൊരു സ്ഥലത്തെത്തി, പിന്നെ അവിടെ നല്ല ആൾക്കാർ, ഇപ്പം ചിലപ്പോൾ എൻ്റെ അമ്മയും അമ്മായിയമ്മയും അമ്മായച്ചനൊക്കെ ഭയങ്കരന്മാരാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവില്ല. എന്തെങ്കിലും ആവട്ടെ, ജീവിച്ചാൽ മതി എന്നൊക്കെ തോന്നും. ഇതങ്ങനെ ഒന്നുമില്ല. നമ്മളോട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് കാണിക്കുന്ന ഒരു റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ ഇല്ലേ. റെസ്പെക്റ്റ് ഒന്നും വേണ്ട, സ്നേഹവും ഇല്ലേ. ആ സ്നേഹം നമ്മൾ കാണിക്കുന്നതിൻ്റെ ഇരട്ടി കാണിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ കല്യാണത്തിന് ശേഷം ഞാൻ നല്ല ഹാപ്പിയാണ്. ഒരു യൂട്യൂബ് വ്ളോഗറെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു 1 മില്യൺ ആവുന്നത് ഒരു വലിയ നാഴികക്കല്ലാണ്. അപ്പൊ അത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചേച്ചി. ഇപ്പൊ ഒരു 650 അത്രയൊക്കെ. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നാളായിട്ട് ഞാൻ 600 കിടക്കുന്ന ആളാണ്. എനിക്ക് അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല. പക്ഷെ അതിന് എനിക്ക് ഒന്നുമില്ല. എല്ലാവരും ഷോർട്സ് ഒക്കെ ഇട്ട് കയറി പോകണം, അങ്ങനെ ഒന്നുമില്ല. ഇപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ കണ്ടാൽ മതി. പെട്ടെന്ന് ഓടിച്ചാടി കയറി 1 മില്യൺ 2 മില്യൺ ഒന്നും ആവണം എന്ന് ആഗ്രഹമില്ല. പോണ പോലെ പോട്ടെ, അങ്ങനെ ഉള്ളൂ. പെട്ടെന്ന് വേണ്ട, നമുക്ക് ആഗ്രഹമുണ്ട്. ആഗ്രഹം ഇല്ലാണ്ടിരുന്നു. ഇപ്പം ആ യൂട്യൂബ് ചാനലിൻ്റെ പ്ലേ ബട്ടൻ്റെ അപ്പുറം ഇപ്പുറം അപ്പം ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് എന്തെങ്കിലും നമുക്ക് ഗോൾഡൻ കിട്ടുകയാണെങ്കിൽ ആ സെൻറ്ററിൽ നിന്ന് അതെടുത്ത് താഴോട്ട് വെച്ചിട്ട് അവിടെ സെൻറ്ററിൽ ഗോൾഡൻ വെക്കണം എന്നൊക്കെ ഒരു പ്ലാനിങ്ങിലാണ് അങ്ങനെയൊക്കെ തന്നെ വെച്ചേക്കുന്നത്. അപ്പം ആഗ്രഹമുണ്ട്. ആ ഒരു ദിവസം എന്നായിരിക്കും എന്ന് പറയാം. കുറേ നാൾ ഇനിയും പിടിക്കുമായിരിക്കും. ഇനി പറയാൻ പറ്റില്ല. നമ്മുടെ തലവിധി പോലെ ഇരിക്കും. ചിലപ്പോൾ ഒരു വീഡിയോ പെട്ടെന്ന് വൈറലായി പെട്ടെന്ന് എല്ലാവരും കാണാം, അങ്ങനെയൊക്കെ വരാം. അതൊക്കെ ദൈവത്തിൻ്റെ അടുത്ത് കിടക്കണം. അപ്പം അവിടെ പ്ലേ ബട്ടൺ, ഗോൾഡൻ പ്ലേ ബട്ടൺ പെട്ടെന്ന് തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ അന്ന് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു. അപ്പൊ താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ 1 മില്യൺ അടിക്കട്ടെ. ആയിക്കോട്ടെ. ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച്.